ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദു ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബു وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اذهبا إلى فرعون وقولا له قولا لينا صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وقال النبي صلى الله عليه وسلم إنكم لتحرسون الإمارة وستكون ندامة يوم القيامة صدق رسوله النبي الكريم ബഹുമാനാദരവുള്ള സാദാത്തുക്കളെ, ഒന്നിരായ ഉലമാക്കളെ, ഉമറാക്കളെ, കാരണവന്മാരെ, രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, മുഅ്മിനുകളെ, അല്ലാഹു തആല ഈ സംഗമം അവന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പള്ളിക്ക്, മദ്രസക്ക്, ദീനി പ്രവർത്തനത്തിന് മുമ്പന്തിയിൽ നിന്ന് നമുക്ക് നേതൃത്വം നൽകി മരണപ്പെട്ടവരുടെ സർവ്വ ദോഷങ്ങളും പുറത്ത് സ്വർഗവാസികളിൽ ചേർക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വളരെ അനുഗ്രഹീതവും സന്തോഷപൂർണവുമായ ഒരു വേദിയിലാണല്ലോ നാം ഉള്ളത്. മാസങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ച് പ്രോഗ്രാമുകൾ തയ്യാറാക്കി വ്യവസ്ഥാപിതമായി നടത്തപ്പെടുന്ന ഒരു സംഗമമാണ് ഇത്. ഈ വലിയ സദസ്സിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടിയിരുന്നത് മുസ്ലിം കേരളത്തിന്റെ ആധികാരിക പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഖ്യ കാര്യദർശിയും ഈ മഹല്ല് ഖാദിയും മുസ്ലിം സമൂഹത്തിന്റെ കർമ്മശാസ്ത്ര രംഗത്ത് അവസാന വാക്കുമായ ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അവർകളാണ്. ഈ അടുത്തിടെ അദ്ദേഹത്തിന് ഒരു മേജർ ഓപ്പറേഷന് വിധേയമായത് നിങ്ങൾ അറിഞ്ഞിരിക്കും. പള്ളികളിലും മദ്രസകളിലും വേദി സദസ്സുകളിലുമൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ദുആർന്നിട്ടുമുണ്ട്. അൽഹംദുലില്ലാഹ് അതൊക്കെ ഏറെക്കുറെ സുഖപ്പെട്ടു വരികയാണ്. എന്നാലും അല്പം ക്ഷീണമുള്ളത് കൊണ്ട് ഈ ഉള്ളവനെ അയച്ചു കാര്യങ്ങൾ പറയാൻ ആവശ്യപ്പെട്ടതിന്റെ പേരിൽ വന്നതാ. അല്ലാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തും നൽകി ദീർഘകാലം നമുക്കൊക്കെയും ഖിദ്മത്ത് നൽകാൻ, നേതൃത്വം നൽകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഈ സെക്ഷൻ മഹല്ല് സംഗമം എന്ന പേരിൽ നടത്തപ്പെടുന്നതാണ്. മഹല്ല് എന്ന വാക്കിന്റെ അർത്ഥം സ്ഥലം എന്നാണ്. അതിന്റെ ഇസ്തിലാഹിയായ മാന അർത്ഥം പേരുകൊണ്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമാവുകയും ജുമുഅയും ജമാഅത്തും പള്ളിയും മദ്രസയും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അപ്പോഴാണ് ആ സ്ഥലത്തെക്കുറിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ഇന്നൊരു മഹല്ല് എന്ന് പറയപ്പെടുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹല്ല് രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെ, അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ നീക്കുപോക്കുകളും എങ്ങനെയാകണം എന്നതിന് വ്യവസ്ഥാപിതമായ രൂപമുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് പ്രവർത്തിച്ചാൽ മഹല്ല് സംവിധാനത്തിന്റെ ശാസ്ത്രീകരണ രൂപമാവുകയില്ല. ഒന്നാമതായി നാം ആലോചിക്കേണ്ടത്, നമുക്കൊക്കെ മുസ്ലിമായി ജനിച്ച് ജീവിക്കാൻ അവസരം ലഭിച്ചതിന്റെ തൗഫീഖിനെ കുറിച്ചുള്ള
അതിന് അള്ളാഹു സൗഭാഗ്യം നൽകുന്നതിനെ കുറിച്ചുള്ള അള്ളാഹുവിനെ സ്മരിക്കുകയും നന്ദി ചെയ്യുകയും ചെയ്യേണ്ട ബാധ്യതയെ സംബന്ധിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളാണല്ലോ ഉള്ളത്. സൂറത്തുൽ ഫാത്തിഹയാണ് ഒന്നാമത്തേതെങ്കിൽ സൂറത്തുൻ നാസ അവസാനത്തേത്. ഈ 114 സൂറത്തുകളിൽ നിന്ന് ഒരേ ഒരു സൂറത്ത് മാത്രമേ മനഃപ്പാഠമാക്കൽ, കാണാതെ പഠിക്കൽ നിർബന്ധമുള്ളൂ. അത് സൂറത്തുൽ ഫാത്തിഹയാണ്. ദിവസം 17 പ്രാവശ്യം നിർബന്ധമായി ഒരു മുസ്ലിം അത് ചൊല്ലിക്കൊണ്ടിരിക്കണം. അഥവാ 5 വക്ത് നിസ്കാരം 17 റക്അത്ത്, എല്ലാ റക്അത്തിലും നിർബന്ധമായും ചൊല്ലേണ്ടതാണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയിൽ ഒരേ ഒരു കാര്യം മാത്രമാണ് നാം അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേർവഴിയിൽ ഞങ്ങളെ ചേർക്കണമേ, അഥവാ ദീനുൽ ഇസ്ലാമിൽ ഞങ്ങളെ നീ അടിയുറച്ച് നിലനിർത്തി തരണമേ എന്ന അതിന്റെ അർത്ഥം. ആ ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകളിലൊക്കെ അള്ളാഹിനെ കുറിച്ചുള്ള വിശേഷണമാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവേ, നിന്റെ നാമധേയത്തിലാണ് ഞാൻ ഇത് ആരംഭിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവേ, നിനക്കാണല്ലോ സർവസ്തുതിയുമുള്ളത്. അർ റഹ്മാനിർ റഹീം, ഒന്നുകൂടി റബ്ബിന്റെ കാരുണ്യം എടുത്തുദ്ധരിക്കുകയാണ്. നീ കരുണാനിധിയാണ്, കാരുണ്യവാനാണ്. മാലിക് യൗമിദ്ദീൻ, വിചാരണ ദിവസത്തിന്റെ ഖിയാമത്ത് നാളിന്റെ ഉടമസ്ഥനും നീയാ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ വിശേഷണങ്ങളൊക്കെയുള്ള അള്ളാഹുവേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുന്നുള്ളൂ. ഒരു പാവപ്പെട്ട യാചകൻ മുതലാളിയുടെ വീട്ടുപടിക്കൽ ചെന്ന് കൈനീട്ടി യാചിക്കുമ്പോ ആ മുതലാളി യാചകന്റെ കയ്യിൽ 1000 രൂപ വെച്ചുകൊടുത്തത് വാങ്ങി പോക്കറ്റിലിടുമ്പോഴും യാചകന്റെ നാക്കിൽ നിന്നും വരുന്ന മന്ത്രം അൽഹംദുലില്ലാ എന്നാണ്. മുതലാളി, നീയാണ് എന്റെ കയ്യിൽ 1000 വെച്ചു തന്നതെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി അള്ളയായതിനാൽ ഇത് അള്ളാന്റെ സഹായമാണ്. ഇദാ വഇയ്യാക നസ്തഈൻ, പടച്ചവനെ, നിന്നിൽ നിന്ന് മാത്രമേ സഹായം ഞങ്ങൾ തേടുന്നുള്ളൂ, നീ മാത്രമാണ് ഞങ്ങളുടെ അവലംബം. ഈ വിശേഷണങ്ങളൊക്കെയും പറഞ്ഞ് റബ്ബിനെ പുകഴ്ത്തിക്കൊണ്ട് പിന്നീട് നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് ഈ ഒരാശയമാണ്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങൾ എത്തിപ്പെട്ട ദീനുൽ ഇസ്ലാമിൽ ഞങ്ങളെ അടിയുറച്ച് നിലനിർത്തണമേ. ഏതാണ് ആ സിറാത്തുൽ മുസ്തഖീം, ദീനുൽ ഇസ്ലാം? അതാണ് പിന്നെ വിവരിക്കുന്നത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്നത് മുതൽ അവസാനം വരെ. ദിവസം 17 പ്രാവശ്യം നിർബന്ധമായി ഓരോ മുസ്ലിമും ഈ കിട്ടിയ ഇസ്ലാം മതത്തിൽ അടിയുറച്ച് നിലനിർത്തി കിട്ടാൻ വേണ്ടി റബ്ബിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ എങ്കിൽ, ഇതുപോലെ അള്ളാഹുവിനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമില്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാ, നമ്മുടെ ഈമാൻ, നമ്മുടെ ഹിദായത്ത്, നമ്മുടെ ഇസ്ലാം. ആ ഇസ്ലാം കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് എങ്ങനെ ലഭിച്ചു? ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. മക്കത്താണ് ബഹുമാനപ്പെട്ട അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത്, പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. 40-ാം വയസ്സിൽ നബുവത്ത് ലഭിച്ച് 53 വരെയുള്ള 13 വർഷക്കാലത്തെ പ്രബോധന പ്രവർത്തനങ്ങൾ മക്കയിൽ വെച്ചാണ്. 53-ാമത്തെ വയസ്സിലാണ് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്, പലായനം ചെയ്യുന്നത്. 53-ാം വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള 10 വർഷക്കാലം മദീന ആസ്ഥാനമാക്കിയാണ് ദീനീ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയത്. സൗദി അറേബ്യയിലെ മക്കയും മദീനയും കേന്ദ്രമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ആ പ്രവാചകരുടെ ജീവിതകാലത്ത് തന്നെ കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനത്തേക്ക് ദീനുൽ ഇസ്ലാമിന്റെ പ്രഭ എത്തിയിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു. കാരണം എന്താ? പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു നാട്ടിൽ ഒതുങ്ങി നിൽക്കേണ്ട മതമല്ല. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നാട്ടുകാരിലേക്ക് മാത്രമുള്ള പ്രവാചകനല്ല, ലോകത്തേക്ക് ഒന്നടങ്കമുള്ള പ്രവാചകനാ. ആ പ്രവാചകന്റെ ദൗത്യം ലോകത്തെ ഉടനീളമാണ് പ്രബോധനം ചെയ്യപ്പെടേണ്ടത്. അതുകൊണ്ട് മഹാനായ നിബിതങ്ങളുടെ ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് ഹജ്ജത്തുൽ വദാ എന്ന സുപ്രധാനമായ സംഗമത്തിൽ 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ വേദിയിൽ വെച്ച് പറയുകയുണ്ടായി, അലാ ഫൽയുബല്ലിഗി ശാഹിദുൽ ഗായിബ്, അലാ ഫൽയുബല്ലിഗി ശാഹിദുൽ ഗായിബ്.
ഇവിടെ സന്നിഹിതരായവർ അസന്നിഹിതർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കട്ടെ. ഞാനാരാ, ദീനുൽ ഇസ്ലാം എന്താ എന്ന് എന്നിൽ നിന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കി എടുക്കാൻ അവസരം ലഭിച്ച എന്റെ ശിഷ്യന്മാരാണ് സഹാബ. നിങ്ങളുടെ സ്വയം ജീവിതം സമ്പുഷ്ടമാകാൻ, ആഖിറം വിജയകരമായി തീരാൻ മാത്രമല്ല നിങ്ങൾ പഠിച്ച അറിവും ഈ സംസ്കാരവും മറ്റ് സമൂഹത്തെ സമുദ്ധരിക്കേണ്ട ബാധ്യതയും കൂടി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. പ്രവാചക ശൃംഖലയുടെ അവസാനത്തവനാണ് ഞാൻ. ഇനി ഖിയാമത്ത് നാളെ വരെ ഒരു പ്രവാചകൻ ഇല്ല. പക്ഷേ ഈ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അന്ത്യം കുറിക്കാൻ പറ്റില്ല. നുബുവത്ത് എന്ന സ്ഥാനം നൽകി അനുഗ്രഹിക്കപ്പെട്ട് അയക്കപ്പെടുന്ന മഹാന്മാരുടെ ശൃംഖല തീർന്നു. പക്ഷേ ഈ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കേണ്ട ബാധ്യത എന്റെ പിൻഗാമികളായ നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾക്കുണ്ട്. അവരിൽ നിന്ന് അവരുടെ പിൻഗാമികൾ, അവരുടെ പിൻതലമുറകൾ, അങ്ങനെ പരമ്പരാഗതമായി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ട മതമാണ് ഇസ്ലാം. ഇതിന്റെ ആദ്യ പടി എന്നോണം ഞാൻ ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. ഇത് കേട്ട സഹാബാ കിറാം എന്ത് ചെയ്തു? അവർക്ക് വീടും കുടിയുമുണ്ട്, പറമ്പും കണ്ടിയുമുണ്ട്, സ്വത്തും സമ്പാദ്യവുമുണ്ട്, ഭാര്യയും കൂട്ടുകുടുംബങ്ങളുമുണ്ട്, മക്കളുണ്ട്. അതൊക്കെയുള്ള ആ സഹാബാ കിറാം തന്റെ അനുചരന്മാർ ഹജ്ജത്തുൽ വദാ എന്ന സുപ്രധാനമായ നബിതങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗം കേൾക്കാൻ 1.25 ലക്ഷത്തിലധികം അനുചരന്മാരുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ആ പ്രസംഗം കേട്ട സഹാബാ കിറാം ആ വേദിയിലേക്ക് വരാൻ ഉപയോഗിച്ച വാഹനം ഏതായിരുന്നു? ചില ആളുകൾ അങ്ങോട്ടെത്തിയത് കുതിരപ്പുറത്താ, മറ്റു ചില ആളുകൾ കഴുതപ്പുറത്താ, വേറെ ചില ആളുകൾ ഒട്ടകപ്പുറത്താ. ആ വാഹനം ഓട്ടി ഏതോ ദിശകളിലേക്ക് അവർ യാത്ര പുറപ്പെടുകയാണ്. എന്തിനു വേണ്ടിയാണ് യാത്ര ചെയ്തത്? കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെയാണോ? അല്ല. യോജിച്ചൊരു പെണ്ണിനെ കെട്ടി വിവാഹ ജീവിതം നയിച്ച് സന്തോഷപൂർണമായ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണോ? അല്ല. മഹാനായ നിബിധങ്ങൾ പറഞ്ഞേൽപ്പിച്ച ഈ ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി. ഏതാണത്? ഫൽയുബല്ലിഗി ഷാഹിദുൽ ഗായിബ്. ഈ സന്ദേശം ലഭിക്കാത്ത മറ്റ് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് എന്താണ് ഇസ്ലാം എന്ന് നിങ്ങൾ ചെന്ന് പറഞ്ഞു കൊടുക്കുക എന്ന ദൗത്യം നിർവഹിക്കാൻ എന്റെ പൊന്നുമുഅ്മിനീങ്ങളെ നിങ്ങൾ പരിശോധിക്കണം. ഇന്ന് അനുചരന്മാർ മഹാനായ നബിതങ്ങളുടെ സഹാബാ കിറാം ഏറ്റവും കൂടുതൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം മദീനയിലെ ജന്നത്തുൽ ബഖീഅ. മദീനത്തെ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ജന്നത്തുൽ ബഖീഅ എന്ന ഖബർസ്ഥാൻ, ആ ഖബർസ്ഥാനിൽ 10,000-ഓളം സഹാബികളുടെ ഖബറാണ് ഉള്ളത് എന്ന്. മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ വളരെ പരിമിത അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റഷീദ് കേൾക്കുന്നുണ്ടാ? മൈക്ക് പോയിട്ടുണ്ട്. റഷീദ് കേൾക്കുന്നുണ്ടെങ്കിൽ, റംഷീദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റൈസാൻ ചെയ്. മൈക്ക് പോയിട്ടുണ്ട്. ഒന്ന് റൈസാൻ ചെയ്. DC ആയ ആദ്യം DC ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് വരും. ഇൻഷാ അല്ലാഹ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വരും. നല്ലൊരു പ്രസംഗമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ അതിന് തിരിച്ചു വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് വന്നാലുടൻ നമുക്ക് ലൈവ് തന്നെ കിട്ടും. കാസർഗോഡ് നിന്നുള്ള, കാടങ്കോട് മഹലിൽ നിന്നുള്ള ഒരു ലൈവാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാഹ് വന്നിട്ടുണ്ട്. മൈക്ക് അല്ലാഹുവിന്റെ ദീനിനെ ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയാണ്. ആ വന്ന ആളുകൾക്ക് കേരളത്തിന്റെ സൗരഭ്യം ആസ്വദിക്കാൻ കഴിഞ്ഞു. കേരളമെന്ന നാട് മറ്റ് പല നാടിനേക്കാൾ ഏറെ ഭൗതികമായി ഒരുപാട് സൗകര്യമുള്ള നാട്. സൗദി അറേബ്യയിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടല്ലോ. മറ്റൊരു അറേബ്യൻ രാജ്യത്ത് കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ഗൾഫുകാർ ഇവിടെ ഉണ്ടല്ലോ. വിദേശത്ത് നിന്നോ
അത്യാധുനിക സംവിധാനത്തിലൂടെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മഹല്ലിൽ നിവാസികൾ അവിടെ ഉണ്ടല്ലോ. അവിടങ്ങളിലുള്ള അന്തരീക്ഷത്തിന്റെ അവസ്ഥ നാം പഠിച്ചതാ, മനസ്സിലാക്കിയ. ചൂടാണെങ്കിൽ കടുത്ത ചൂട്, തണുപ്പാണെങ്കിൽ കൊടും തണുപ്പ്. നമ്മുടെ കേരളമോ ഒരു മിതമായ കാലാവസ്ഥയുള്ള നാടാണ്. കൂടുതൽ തണുപ്പോ വെയിലോ അല്ലെങ്കിൽ ചൂടോ ഉള്ള ഒരു പ്രയാസപ്പെടുന്ന അവസ്ഥ ഇവിടെ ഇല്ല. ഒരു മിതമായ കാലാവസ്ഥയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഈ ജീവിക്കാനുള്ള സൗകര്യവും മിതമായ കാലാവസ്ഥയും അന്തരീക്ഷവും കണ്ടിട്ട് ഇവിടെ വന്ന അറബികൾ ഈ നാടിനെ പറ്റി പറഞ്ഞു ഖൈറുള്ള, അള്ളാഹുവിന്റെ ഉത്തമമായ നാട്. ആ വാക്കാണ്, ഖൈറുള്ള എന്ന വാക്കാണ് പിന്നീട് ലോപിച്ച് കേരളം എന്നായിത്തീർന്നത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അപ്പൊ അവര് ഇവിടെ വരികയും മഹാനായ നബിതങ്ങളിൽ നിന്നും നേരിട്ട് പഠിച്ച ദീനുൽ ഇസ്ലാം ഇവിടുത്തെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ആ പഠിച്ചത് പരമ്പരാഗതമായി പിൽക്കാലക്കാരിലേക്ക് എത്തുകയും അത് അൽഹംദുലില്ലാഹ് നമുക്ക് എത്തിച്ചേരുകയും അതിന്റെ വക്താക്കളായി നാം നിലനിൽക്കുകയുമാണ്. ഇനി നമുക്ക് കിട്ടിയ ഈ ദീനുൽ ഇസ്ലാമും സംസ്കാരവും കേടുപാടുകളില്ലാതെ പിൻതലമുറക്കാർക്ക് നാം കൈമാറണം. പിൻതലമുറക്കാർക്ക് കൈമാറുക എന്നാൽ പഴയ കാലം പോലെ അല്ല നാം ഇന്ന് ജീവിക്കുന്ന അത്യാധുനിക കാലം. ഇന്റർനെറ്റിന്റെയും ടെക്നോളജിയുടെയും യുഗത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലത്ത് ദീനീ സംസ്കാരം നഷ്ടപ്പെടാനുള്ള സാഹചര്യമാണ് എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. ദീനിയും ദീനീയ സംസ്കാരവും പിടിച്ചു നിലനിർത്താൻ വേണ്ടി ഏറെ പ്രയാസപ്പെടേണ്ടി വരുന്നുണ്ട്. വളരെയേറെ പ്രയാസം സഹിച്ചെങ്കിൽ മാത്രമേ ഒരുത്തന്റെ മുസ്ലിമായി ഈമാൻ നഷ്ടപ്പെടാതെ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ഹബീബായ നബിതങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് അക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്. സയഅതി അലന്നാസ് സമാൻ അസ്വാബിറു ബിഹിം അലാ ദീനിഹി കൽ ഖാബിദി അലൽ ജംറ. സയഅതി അലന്നാസ് സമാൻ, ജനങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്. അസ്വാബിറു ബിഹിം അലാ ദീനിഹി, ആ കാലത്ത് ദീനനുസരിച്ച് ക്ഷമിച്ചു കഴിഞ്ഞു കൂടുന്നവൻ കൽ ഖാബിദി അലൽ ജംറ, തീക്കട്ട കയ്യിലെടുക്കവനെ പോലെയാണ്. തീക്കട്ട കയ്യിലെടുത്താൽ കയ്യിന്റെ ഉള്ളനടിയിൽ വെച്ച് വിരലുകളെ കൊണ്ട് അമർത്തിപ്പിടിക്കാൻ അവന് കഴിയുന്നില്ല. ചൂട് കാരണത്താൽ വലിച്ചെറിയാനാ താല്പര്യം. ഇതേപോലെ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളും അതിന്റെ വിധിവിലക്കുകളും മാനിച്ചു ജീവിക്കുമ്പോ തീക്കട്ട കയ്യിലെടുക്കുമ്പോൾ ചൂടനുഭവപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് വലിച്ചെറിയാൻ താല്പര്യമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടാകും. പക്ഷേ എന്ത് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും വലിച്ചെറിഞ്ഞേക്കരുത്. അത് നിങ്ങൾ അമർത്തിപ്പിടിക്കണം. ഒതുങ്ങുന്നില്ലെങ്കിൽ അള്ളോ പിന്നെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണേ എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ. അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണേ എന്ന് നിബിധങ്ങൾ അന്ന് പറഞ്ഞ കാലത്താണ് നാം ജീവിക്കുന്നത്. ഈ കാലത്ത് ഇസ്ലാം നമ്മുടെ നാട്ടിൽ നിലനിൽക്കണമെങ്കിൽ സാഹസപ്പെടേണ്ടതുണ്ട്. പക്ഷെ സാഹസപ്പെട്ടാൽ ലഭിക്കുന്ന പ്രതിഫലം പഴയ കാലത്ത് അല്ലാഹു തആല ആളുകൾക്ക് നൽകിയ പ്രതിഫലത്തേക്കാൾ എത്രയോ ഇരട്ടിയാണ്. മഹാനായ നബിതങ്ങൾ പറഞ്ഞു, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ്. മൻ തമസ്സക ബിസുന്നതി, എന്റെ ശരീരം വല്ലവനും അനുധാവനം ചെയ്താൽ, യഥാർത്ഥ മുസ്ലിമായി ഈമാനികമായ സംസ്കാരത്തോടു കൂടെ വല്ലവനും ജീവിച്ചാൽ, ഏത് കാലത്തെന്നറിയുമോ, ഇന്ന ഫസാദി ഉമ്മത്തി, എന്ന മുസ്ലിം സമുദായം എന്ന് പറയപ്പെടുന്നവര് അധർമ്മത്തിനായി കഴിഞ്ഞുകൂടുന്ന സമയത്ത് എന്റെ ചര്യ മുറുകെ പിടിച്ചാൽ പലഹു അജ്റുമിയത്ത് ഷഹീദ്, അവന് 100 ഷഹീദിന്റെ പ്രതിഫലമാണുള്ളത്. ഒരൊറ്റ ഷഹീദിന് അള്ളാഹു ഓഫർ നൽകുന്ന പ്രതിഫലം സ്വർഗമെന്ന ഭവനമാണ്. ബഹുമാനപ്പെട്ട സഹാബാ കിറാം ആ പ്രതിഫലം നേടാൻ അവകാശപ്പെട്ടവരാ. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. ഒരൊറ്റ ഷഹീദിന് അല്ലാഹു തആല പ്രതിഫലമായി പറഞ്ഞിട്ടുള്ളത് സ്വർഗ്ഗമെന്ന ഭവനം. അത്തരം ഒരു ഷഹീദിന്റേതല്ല, 100 ഷഹീദിന്റെ പ്രതിഫലമാണ് ഇക്കാലത്ത് ജീവിക്കുന്ന മുസ്ലിമിനുള്ളത് എന്ന് നിബിധങ്ങൾ പറഞ്ഞാൽ ആ ഹദീസിന്റെ താല്പര്യം എന്താ? അതിന്റെ വ്യാഖ്യാനത്തിൽ മഹത്തുക്കളായ മുഹദ്ദിസീങ്ങൾ വിവരിക്കുന്നുണ്ട്. 100 ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്ന് നിബിധങ്ങൾ പറഞ്ഞത് വെല്ലും ബ്രേക്കുമില്ലാതെ ലക്കുല്ലഗാനമില്ലാതെ ഒരു വാക്കായി പറഞ്ഞതല്ല. വളരെ ദീർഘവീക്ഷണത്തോടു കൂടെ പിൽക്കാലത്ത് വരാൻ പോകുന്ന അവസ്ഥകളെക്കുറിച്ച് മുൻകൂട്ടി കണ്ട് ദീർഘവീക്ഷണത്തോടു കൂടെ പറഞ്ഞതാ. മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ അതിന് വിശദീകരണം നൽകുന്നത് എന്താണെന്നറിയുമോ? 100 യോദ്ധാക്കൾ യുദ്ധക്കളത്തിലിറങ്ങി പോരാട്ടം നടത്തുമ്പോ ആ 100 ആളുകൾക്കും കൂടി അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എത്രയാണോ
അത്ര പ്രയാസങ്ങൾ ഇക്കാലത്ത് ഒരാൾ മുസ്ലിമായി ജീവിക്കുമ്പോൾ ഇസ്ലാമിക സംസ്കാരം നഷ്ടപ്പെടാതെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടി സഹിക്കേണ്ടി വരും. അതുകൊണ്ടാണ് 100 ഷഹീദിന്റെ പ്രതിഫലം അവർക്കുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് കാലം. ഓരോ വ്യക്തിയും അങ്ങനെ അനുഭവിക്കേണ്ടി വരുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ഈ വ്യക്തികളെ നിയന്ത്രിച്ച് നേതൃത്വം ഏറ്റെടുത്ത് കഴിഞ്ഞുകൂടുന്ന നേതാക്കന്മാരാണെങ്കിലോ അതിനേക്കാളേറെ പ്രയാസം സഹിക്കേണ്ടതായി വരും. ജഗനിയന്താവായ അള്ളാഹുവിനാൽ നിർമ്മിതമായ ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാരുടെ കഠിനാധ്വാന ഫലമായി ലോകത്തെ ഉടനീളം വ്യാപിച്ച സാർവലൗകിക സാർവജനീന മതമാണല്ലോ ഇസ്ലാം. ആ ഇസ്ലാമിന് വിവിധങ്ങളായ നിയമങ്ങളുണ്ട്. വ്യക്തിപരമായ ഫർള് ഐൻ, വ്യക്തിപരമായ ബാധ്യതകൾ, അതാണ് നിസ്കാരവും നോമ്പും പോലുള്ള സംഗതികൾ. സാമൂഹ്യപരമായ ഒരുപാട് ബാധ്യതകളുണ്ട്. അതിന്റെ ഭാഗമെന്നോണമാണ് ഒരു മഹലിൽ പള്ളിയും, പള്ളിയിൽ ജമാഅത്തും ബാങ്കും അതേപോലുള്ള ജുമയും ഒക്കെ നടക്കുന്നത്. പേരുകൊണ്ട് അറിയപ്പെട്ട ഒരു മഹല്ല് സ്ഥലമാണ് എങ്കിൽ ആ സ്ഥലത്ത് 40 മുസ്ലിം പുരുഷന്മാർ ഉണ്ട് എങ്കിൽ അവിടെ ജുമുഅ നിർവഹിക്കൽ നിർബന്ധമാണ് എന്ന്. പേരുകൊണ്ടറിയപ്പെട്ട ഒരു സ്ഥലം, ആ സ്ഥലത്ത് 40 മുസ്ലിം പുരുഷന്മാർ ഉണ്ടെങ്കിൽ അവിടെ ജുമുഅ നിർവഹിക്കപ്പെടൽ നിർബന്ധമാണ്. ജുമുഅ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം അത് മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായി പടച്ച റബ്ബിലേക്ക് അടുക്കാൻ, ആരാധനകൾ അധികരിപ്പിക്കാൻ നിശ്ചയിക്കപ്പെട്ട ദിവസം. യൗമുൽ ജുമുഅ അത് സയ്യിദുൽ അയ്യാം, മറ്റിതര ദിവസങ്ങളുടെ നേതാവാണെന്ന് ഹദീസിൽ കാണാൻ കഴിയും. എല്ലാ ദിവസവും 5 വക്ത് നിസ്കാരം, അതിൽപ്പെട്ട 1 വക്ത് നിസ്കാരം ളുഹ്റ, 4 റക്അത്താണ് ആ നിസ്കാരം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ വെള്ളിയാഴ്ച ളുഹ്റ നിസ്കാരത്തിന് പകരം 2 റക്അത്തായി നിസ്കരിക്കണം. അതാണ് ജുമുഅ. അതിന്റെ മുമ്പ് 2 ഖുത്ബയും. ഇത് നിർവഹിക്കപ്പെടാനുള്ള നിബന്ധന 40 പുരുഷന്മാർ ആണ് ഇത് നിർവഹിക്കേണ്ടത്. ആ പേരുകൊണ്ട് അറിയപ്പെട്ട ഒരു സ്ഥലമാണ് എങ്കിൽ അവിടെ 40 പുരുഷന്മാരുണ്ടെങ്കിൽ, പ്രായപൂർത്തിയെത്തിയ 40 പുരുഷന്മാരുണ്ടെങ്കിൽ ഇത് നിർവഹിക്കണം. അവിടെ ഒരു പള്ളി നിർവഹിക്കൽ നിർബന്ധമുണ്ടോ? ഇല്ല. ഈ ജുമുഅ പള്ളിയിൽ തന്നെയാകണമെന്നില്ല. ഒരു മൈതാനത്തോ ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന മറ്റൊരു സ്ഥലത്തോ വെച്ച് നിർവഹിക്കപ്പെട്ടാലും ജുമുഅയായി പരിഗണിക്കപ്പെടും. പക്ഷേ പള്ളി എന്നത് മുസ്ലിങ്ങളുടെ ഒരു ശിആർ, ഒരു അഭിമാന കേന്ദ്രമാണ്. ബൈത്തുള്ള അള്ളാഹുവിന്റെ വീടാണത്. മാത്രവുമല്ല, കഅബാലയുമായി നാം ഒക്കെ നിസ്കാരത്തിൽ തിരിഞ്ഞു നിൽക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട മക്കയുടെ മധ്യഭാഗത്ത് സ്ഥാപിക്കപ്പെട്ട കഅബ എന്ന പുണ്യമായ ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ്. ആ കഅബയും നമ്മുടെ പള്ളിയും തമ്മിൽ ഒരു കണക്ഷനുണ്ട്, ഒരു ബന്ധമുണ്ട്. കഅബാലയ നിർമ്മാണത്തിന് വേണ്ടി ചവിട്ടിക്കുഴച്ച് തയ്യാർ ചെയ്തിരുന്ന ആ മണ്ണും കല്ലും അല്പം ബാക്കിയായപ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും അല്ലാഹുവിനോട് ചോദിക്കുകയുണ്ടായി, പടച്ചവനെ, കഅബാലയ നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങളോട് നീ കൽപ്പിച്ചു, ഞങ്ങളത് നിർമ്മിച്ച് പൂർത്തിയാക്കി. അതിന് വേണ്ടി തയ്യാർ ചെയ്ത അല്പ കല്ലും മണ്ണും ഇവിടെ ബാക്കിയുണ്ട്, ഇത് എന്ത് ചെയ്യണമെന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോ അല്ലാഹു തആല ഇബ്രാഹിം നബിക്ക് വിവരം നൽകി, ഇബ്രാഹിം നബിയെ, അബീ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിലേക്ക് താങ്കൾ കയറുക, ആ കല്ല് ബിസ്മിൻ ചൊല്ലി അങ്ങ് വിതറുക, അങ്ങ് വലിച്ചെറിയുക. അന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അബീ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറി വലിച്ചെറിഞ്ഞപ്പോ ഏതാണ് ഈ കല്ലും മണ്ണും തെരിയും? കഅബാലയ നിർമ്മാണത്തിന് വേണ്ടി തയ്യാർ ചെയ്തതാ, ചവിട്ടിക്കുഴച്ച് രൂപപ്പെടുത്തിയിരുന്നതാ. അതിനത് ആവശ്യമില്ലാതെ വന്നപ്പോ അതിന്റെ പണി പൂർത്തിയായതിനു ശേഷം ബാക്കിയുള്ളതാ, അത് വിതറാനാണ് അള്ളാഹുവിന്റെ കൽപ്പന വന്നത്. അന്ന് അബീ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് അദ്ദേഹം വിതറിയപ്പോ ആ മണ്ണും കല്ലും തരിയുമൊക്കെ എവിടെയാണോ ചെന്ന് വീണത് അവിടെയാണ് പിൽക്കാലത്ത് പള്ളി നിർമ്മിക്കപ്പെടുന്നത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി കിതാബുകൾ നമുക്ക് കാണാൻ കഴിയും. ആ രൂപത്തിൽ ഒരു കരൽക്കല്ല്, അതിന്റെ ഒരു മൺതരി ഇവിടെ വീണു, അതുകൊണ്ട് ഇവിടെ പള്ളി നിർമ്മിക്കപ്പെടുകയുണ്ടായി. ആ പള്ളി മുസ്ലിങ്ങളുടെ ഒരു അഭിമാന കേന്ദ്രമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയപ്പോൾ ആദ്യമായി ചെയ്ത ദീനീ പ്രവർത്തനം പള്ളി നിർമ്മാണമാണ്. അബൂയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് നബി തങ്ങളുടെ ഒട്ടകം ചെന്ന് മുട്ടുകുത്തിയത്. എവിടെയാണോ അന്ന് ചെന്ന് മുട്ടുകുത്തിയത് അവിടെയാണ് പിന്നീട് ഒരു പള്ളി നിർമ്മിച്ചത്. ആദ്യത്തെ നബി തങ്ങളുടെ പ്രവർത്തനം അതായിരുന്നു. അതാണ് ഇന്നും നമുക്ക് കാണാൻ കഴിയുന്ന മസ്ജിദ് ഖുബ, ഖുബ എന്ന പള്ളി. ഹജ്ജ് ഉംറയ്ക്ക് വേണ്ടി മദീനയിലെത്തിയാൽ ആ ഭാഗങ്ങളിലൊക്കെ സിയാറത്തിന് നമ്മൾ പോകാറുണ്ട്. മസ്ജിദ് ഖുബ അത് നബി തങ്ങൾ ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ്. ആദ്യം നിർമ്മിച്ച പള്ളി എന്ന രൂപത്തിൽ അതിനോട് പ്രത്യേകമായ ഒരു ബഹുമാനവും ഇഷ്ടവും മഹാനായ നബി തങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു എന്ന്.
എല്ലാ ശനിയാഴ്ചയും മദീനത്തെ പള്ളിയിൽ കഴിഞ്ഞുകൂടിയിരുന്ന നിബിതങ്ങൾ അവിടെ പോയി 2 റക്അത്ത് നിസ്കരിച്ച് തിരിച്ചു വരാറുണ്ട്. മഹാനായ നിബിതങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മസ്ജിദ് ഖുബയിൽ വെച്ച് 2 റക്അത്തുള്ള നിസ്കാരം ഒരു ഉംറ നിർവഹിക്കുന്നതിന് പ്രതിഫലം ലഭിക്കുന്നതാണെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ. ആ പള്ളി നിർമ്മാണത്തിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നത്തെ മദീന പള്ളിയുള്ള സ്ഥലത്തേക്ക് വരുന്നത്. ആ സ്ഥലം അന്ന് 2 കുട്ടികളുടെ ഉടമാവകാശത്തിലായിരുന്നു. അതിന് വില പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വില കൊടുത്ത് ആ സ്ഥലം വാങ്ങി അത് നിരപ്പാക്കി അവിടെ പള്ളി നിർമ്മിച്ചു. അതാണ് മസ്ജിദുൻ നബവി. ഇന്ന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം ജമാഅത്തായി നിസ്കരിക്കാൻ സൗകര്യമുള്ള വലിയ പള്ളി. ഈ പള്ളിയായിരുന്നു മുസ്ലിങ്ങളുടെ എല്ലാം ഉള്ള കേന്ദ്രം. അവർക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കാനുണ്ടായിരുന്ന കേന്ദ്രം അതായിരുന്നു. അവിടെ തീരുമാനത്തിന് നേതൃത്വം നൽകിയിരുന്ന നേതാവ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. നബിതങ്ങളൊന്ന് പറഞ്ഞാൽ അനുസരിക്കാത്തൊരനുയായിയുമില്ല. ആളുകൾക്ക് പലവിധ പ്രശ്നങ്ങളും ഉണ്ടാകും. എല്ലാറ്റിനുമുള്ള പരിഹാരം മദീനത്തെ പള്ളിയാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, സ്വത്ത് സംബന്ധമായ വിഷയങ്ങൾ, മറ്റിതര തർക്കങ്ങൾ, കുഴപ്പങ്ങൾ, എന്തിനും ഏതിനുമുള്ള പരിഹാര മാർഗം മദീനത്തെ പള്ളിയാണ്. മദീനത്തെ പള്ളി മഹാനായ നബിതങ്ങളുള്ള കാലത്ത് അതൊരു സുപ്രീം കോടതിയാണ്, അതൊരു ഹൈക്കോടതിയാണ്, അതൊരു മദ്രസയാണ്, ഓത്തുപള്ളിയാണ്, എല്ലാം മതം. അവിടെ എല്ലാറ്റിനും നേതൃത്വം നൽകിയിരുന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. ആ നബിതങ്ങളിൽ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ ആ ദൗത്യം തന്റെ ഖുലഫാഉർ റാഷിദീങ്ങൾ ഏറ്റെടുത്തു. ഖുലഫാഉർ റാഷിദീങ്ങൾ എങ്ങനെ ഏറ്റെടുത്ത് നബിതങ്ങൾ എന്താണോ ഉമ്മത്തിന് കാണിച്ചു കൊടുത്തത് ആ മാർഗം അവലംബിച്ചുകൊണ്ടാണ് അവർ ഈ സമൂഹത്തിന് ദിശാബോധം നൽകിയത്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നപ്പോ ഒരു നേരം അദ്ദേഹം ഇങ്ങനെ കരഞ്ഞിരിക്കുന്നത് ഒന്നിരായ സഹാബാക്കിറാമിന് കാണാൻ കഴിഞ്ഞു. സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ ചോദിച്ചു, പ്രിയപ്പെട്ട അമീറുൽ മുഅ്മിനീൻ, താങ്കൾ എന്തിനാ കരയുന്നത്? മഹാനവറുകൾ പറഞ്ഞു, കൂട്ടരെ, ഞാൻ ഈ രാജ്യത്തിന്റെ ഭരണാധിപനാണ്, ഈ രാജ്യത്തിന്റെ അമീർ എന്ന രൂപത്തിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്റെ പ്രവർത്തനങ്ങളിൽ അപാകതകൾ കണ്ടാൽ, പോരായ്മകൾ ഉണ്ടായാൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിത്തരാൻ നിങ്ങളുടെ കൂട്ടത്തിലാരും തയ്യാറാകാതെ പോയാൽ നാളെ ആഖിറത്തിൽ ഞാൻ പിടികൂടപ്പെടുമല്ലോ, അവിടെ ഞാൻ കൈവിരൽ കടിക്കേണ്ടി വരുമല്ലോ എന്നാലോചിച്ച് കരഞ്ഞു പോയതാ. ഞാൻ രാജ്യത്തിന്റെ ഭരണാധിപനാകുമ്പോ ഉമറാണെങ്കിൽ ഒരു ധീരനാണ്, ശൂരനാണ് എന്ന് വിചാരിച്ചു. എന്നിൽ നിന്നുമുണ്ടാകുന്ന അപാകതകൾ നിങ്ങൾ തിരുത്തിത്തരാൻ തയ്യാറാകാതെ പോയാൽ ആഖിറത്തിൽ ഞാൻ പിടികൂടപ്പെടുകയും അവിടെ വെച്ച് ശിക്ഷ ഏൽക്കേണ്ടി വരികയും ചെയ്യുമല്ലോ എന്നാലോചിച്ച് കരഞ്ഞു പോയതാ. ഇത് കേട്ടപ്പോൾ ആ കൂട്ടത്തിൽ നിന്നും പ്രായം ചെന്ന ഒരാൾ അരയിൽ വെച്ചിരുന്ന ആ വാൾ ഊരിയെടുത്തുകൊണ്ട് ഉമർ തങ്ങളുടെ മുഖത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത്, യാ ഉമർ, ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. മുത്തനബിയുടെ ജീവിതം കണ്ടവരാ ഞങ്ങൾ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ജീവിച്ചിരുന്നവരാ ഞങ്ങൾ, എന്താണ് ഇസ്ലാം, എന്താണ് ഇസ്ലാമിക സംസ്കാരം എന്ന് നേരിട്ട് മനസ്സിലാക്കിയവരാ ഞങ്ങൾ. അതിന് വിരുദ്ധമായി വല്ലതും ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായ നിന്നിൽ നിന്നും കാണേണ്ടി വന്നാൽ ഈ വാളുകൊണ്ടങ്ങ് ശരിപ്പെടുത്തും. ഇത് പറഞ്ഞതോ അനുയായികളിൽപ്പെട്ട പാവപ്പെട്ട ഒരു വൃദ്ധൻ. കേട്ടപാട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം എന്താ? ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായ എന്നോട് ഇങ്ങനെ തട്ടുത്തരം പറഞ്ഞു, എന്റെ മുഖത്തേക്ക് ഊരിപ്പിടിച്ച വാൾ ചൂണ്ടിക്കൊണ്ട് പറയാൻ മാത്രം ധൈര്യം ഇവനുണ്ടായോ എന്നും പറഞ്ഞ് അവനെ പിടിച്ചു കെട്ടാനോ ജയിലിലടക്കാനോ തൂക്കുകയറിൽ ബന്ധിപ്പിക്കപ്പെടാനോ ആണോ ഉമർ തങ്ങളുടെ നിർദ്ദേശമുണ്ടായത്? അല്ല. മഹാനവറുകളുടെ അവസ്ഥ അപ്പോൾ എന്തുണ്ടായി? ഫതഹല്ലല വജ്ഹു ഉമർ ഫഖാല അൽഹംദുലില്ലാഹ്. ഫതഹല്ലല വജ്ഹു ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം പ്രസന്നമായി. ഫഖാല അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അല്ലാഹുവേ, എന്നിൽ നിന്നും അപാകതകൾ ഉണ്ടായാൽ ഞാൻ വലിയ ഭരണാധിപനാണെന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കാതെ പോരായ്മകളുള്ളത് തിരുത്തിത്തരാനും ചൂണ്ടിക്കാട്ടിത്തരാനും ഓർമ്മപ്പെടുത്തിത്തരാനും ധൈര്യമുള്ള ആളുകൾ ഈ ഉമ്മത്തിലുണ്ടല്ലോ. അതിനാൽ പടച്ചവനെ, നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ അള്ളാഹുവിനെ പുകഴ്ത്തിയതായി ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇത് നമുക്ക് മാതൃകയാകണം. ഈ മഹല്ലിന്റെ മുസ്ലിം ജമാഅത്തിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതാ. ഇവിടുത്തെ മുസ്ലിം ജമാഅത്തിന് മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിനും പള്ളി മദ്രസകൾക്ക് ഇസ്ലാമിക സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാരോ അവർക്കുണ്ടാകേണ്ട ഒന്നാമത്തെ വിശേഷണം ഇതാകണം. ഏതാണത്? തന്നിൽ നിന്നും അപാകതകൾ ഉണ്ടായെന്ന് വന്നേക്കാം. നാം മനുഷ്യരിൽ നിന്നും ഒരുപക്ഷെ ദോഷങ്ങൾ വരുന്ന, എത്ര സൂക്ഷ്മതയിൽ ജീവിക്കുന്നവനാണെങ്കിലും അമ്പിയാക്കൾക്ക് ഇസ്മത്ത് അല്ലാഹു തആല നൽകിയിട്ടുള്ളൂ. ദോഷത്തിൽ നിന്നുമുള്ള കാവൽ ഇസ്മത്ത്.
പ്രവാചകന്മാരിൽ നിന്ന് ദോഷങ്ങൾ ഉണ്ടാകില്ല. അവരല്ലാത്തവരാരാണെങ്കിലും അവരിൽ നിന്നും ദോഷങ്ങൾ ഉണ്ടാകാം. എത്ര സൂക്ഷ്മതയിൽ ജീവിക്കാൻ തയ്യാറെടുക്കുന്നവരാണെങ്കിലും അപാകതകൾ വന്നു ചേരാം. അപാകതകൾ ഉണ്ടാകുമ്പോ ആ അപാകതയെ ചോദ്യം ചെയ്യപ്പെടാത്ത അവസ്ഥയിൽ ഞാൻ നേതാവാകണം എന്ന് ആഗ്രഹിക്കുന്നത് അതാണ് വലിയ വിഡ്ഢിത്തം. അതാണ് വലിയ വിഡ്ഢിത്തം. ഒരു മുസ്ലിം നേതാവിൽ നിന്ന് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഖായിദുൽ ഖൗമി ഖാദിമുഹും ആളുകളുടെ നേതാവ് അവരുടെ സേവകനാണ്. ഖായിദുൽ ഖൗമി ഖാദിമുഹും ആളുകളുടെ നേതാവ് എന്ന് പറഞ്ഞാൽ അവരുടെ സേവകനാണ്. നേതൃസ്ഥാനത്ത് വളരെ വമ്പനായി കഴിഞ്ഞുകൂടുകയും അഹങ്കാരത്തോടു കൂടെ നിലപാടെടുത്ത് കഴിഞ്ഞുകൂടുകയും ചെയ്യേണ്ടവനല്ല നേതാവ്. ആളുകൾക്കിടയിൽ ഒരുവനായി ഖിദ്മത്തിലൂടെ കഴിഞ്ഞുകൂടാനുള്ള വിശാല മനസ്സും സന്നദ്ധതയും ഉണ്ടോ അവനാണ് സത്യത്തിൽ നേതാവ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യത്തിന്റെ ഖലീഫയായിരുന്നപ്പോ എന്റെ പ്രജകൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് എന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ വിവിധ ഭാഗങ്ങളിലൂടെ ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളില്ലാതെ ബോഡിഗാർഡോ അംഗരക്ഷകരോ ഇല്ലാതെ ഇറങ്ങി നടക്കാറ് പതിവുണ്ടായില്ല. ഒരു ഭാഗത്തിലൂടെ അദ്ദേഹം നടന്നപ്പോ ഒരു പാവപ്പെട്ട വൃദ്ധനായ മനുഷ്യൻ യാചിക്കുന്നതായി കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു പാവപ്പെട്ട വൃദ്ധൻ യാചിക്കുന്നതായി കണ്ടു. ആ വൃദ്ധൻ അടുത്തോട് വിളിച്ചു ചോദിച്ചു, യാചന അത് വളരെ മോശപ്പെട്ട സംഗതിയാണ്. എന്തിനാണ് നിങ്ങൾ യാചിക്കുന്നത്? ഗത്യന്തരമില്ലാതെയാകുമ്പോഴല്ലേ ഇത് നിർവഹിക്കേണ്ടത്. എന്തിനാണ് നിങ്ങൾ യാചിക്കുന്നത്? ഈ വന്ന് ചോദിക്കുന്നത് രാജ്യം ഭരിക്കുന്ന ഭരണാധിപൻ ഉമർ തങ്ങളാണെന്ന് അറിയാത്ത വൃദ്ധൻ പറഞ്ഞു, ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. യാചിക്കലല്ലാതെ എനിക്ക് നിർവാഹമില്ല, അതുകൊണ്ട് യാചിക്കേണ്ടി വന്നതാണ്. യാചിക്കാൻ രണ്ട് കാരണമാണുള്ളത്. ഒന്ന്, ഞാനൊരു യഹൂദിയ ജൂതനാണ്. ഈ രാജ്യം ഭരിക്കുന്നത് മുസ്ലിം ഭരണകൂടമാണ്. ഈ രാജ്യത്തെ മുസ്ലിം ഭരണകൂടത്തിന്റെ നിയമം, മുസ്ലിം അല്ലാത്ത ഒരാൾ ഇവിടെ ജീവിക്കുന്നു എങ്കിൽ ഇവിടുത്തെ വെള്ളവും റോഡും മറ്റു സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനാൽ ഓരോ വർഷവും ഇത്ര ഗവൺമെന്റിലേക്ക് ബൈത്തുൽ മാലിലേക്ക് ജിസിയായി ആ നികുതി ഇനത്തിലായി നൽകപ്പെടണമെന്ന, ഞാനൊരു യഹൂദിയാണ്, നികുതി ഇനത്തിൽ നൽകാൻ എന്റെ കയ്യിൽ കാശൊന്നുമില്ല, അതിന്റെ സ്വരൂപണത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ യാചിക്കുന്നത്. ഒന്ന്. രണ്ടാമത്, ഞാനും ഒരു മനുഷ്യനല്ലേ, എനിക്ക് ജീവിക്കണ്ടേ, ഇങ്ങനെ വല്ലതും കിട്ടിയിട്ട് വേണം എനിക്ക് ജീവിക്കാൻ. ഈ രണ്ട് ആവശ്യത്തിന് വേണ്ടിയാണ് യാചിക്കുന്നത്. ഇത് കേട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തതെന്താ? നീ ജൂതനായത് കൊണ്ടല്ലേ ജിസിയ നൽകേണ്ടി വരുന്നത്, അതുകൊണ്ടല്ലേ ജീവിക്കാൻ വകയില്ലാതെ യാചിക്കേണ്ടി വരുന്നത്. നീ മുസ്ലിമായിരുന്നുവെങ്കിൽ നിനക്ക് സക്കാത്ത് ഇനത്തിലൂടെയും മറ്റുമൊക്കെ ജീവിക്കാനുള്ള വക ലഭിക്കുമായിരുന്നല്ലോ, അതുകൊണ്ട് നിനക്ക് മുസ്ലിമായിക്കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക് അദ്ദേഹത്തിനുണ്ടായോ? ഇല്ല. ചരിത്രം പരിശോധിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്തു. ആ മന്ത്രിസഭാ യോഗത്തിൽ രണ്ട് തീരുമാനങ്ങളാണ് എടുത്തത്. ഒന്ന്, വാർദ്ധക്യ പെൻഷൻ. ഈ രാജ്യത്ത് ജീവിക്കുന്ന ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകൾ അവർക്ക് ഇത്ര പ്രായത്തിലധികമുണ്ടായാൽ അവർക്കൊക്കെയും വാർദ്ധക്യ പെൻഷൻ നൽകണം. ഈ തീരുമാനമെടുത്തത് വൃദ്ധനായ ഒരു ജൂതന്റെ പരിതാപകരമായി യാചിച്ച് നടക്കുന്ന രംഗം കണ്ടതിന്റെ പേരിലാണ്. ഈ വാർദ്ധക്യ പെൻഷൻ ചരിത്രത്തിൽ ആദ്യമായി ഉമർ തങ്ങളുടെ ഭരണകൂടത്തിൽ കണ്ടെത്തുകയാണുണ്ടായത്. അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണുണ്ടായത്. രണ്ടാമത്തേത്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉള്ള ആളുകൾ ഇന്നു മുതൽ ജിസിയ നൽകേണ്ടതില്ല. നോക്കൂ നിങ്ങൾ, ഈ പാവപ്പെട്ട വൃദ്ധനായ ജൂതനെ ജിസിയയിൽ നിന്നും നികുതി ഇനത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി രണ്ടാമത്തെ തീരുമാനം അദ്ദേഹം എടുക്കുകയാണ്. തന്റെ മന്ത്രിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു തീരുമാനം കൈക്കൊള്ളുകയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾ ജിസിയ നൽകേണ്ടതില്ല. രാജ്യത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി, രാജ്യത്ത് ജീവിക്കുന്ന ഭരണീയരുടെ അവസ്ഥ മനസ്സിലാക്കി അവരുടെ കണ്ണീരൊപ്പാൻ, അവർക്ക് വേണ്ട ഗുണകരമായ പ്രവർത്തനങ്ങളുമായി നീങ്ങാൻ, അവരുടെ സ്ഥിതിവിശേഷങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു അവസ്ഥ, അങ്ങനെയുള്ളൊരു വിശാല മനസ്സ് അതൊരു നേതാവിനുണ്ടാകേണ്ടതാണ്. ഞാൻ മഹല്ല് ജമാഅത്തിന്റെ പ്രസിഡന്റാണ്, അല്ലെങ്കിൽ സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ ചെയർമാനാണ്, അല്ലെങ്കിൽ കൺവീനറാണ് എന്ന് പറഞ്ഞ് കുപ്പായമിട്ട് നടന്നതുകൊണ്ട് കാര്യമില്ല. താൻ ആ സ്ഥാനത്ത് നിൽക്കുന്ന കാലത്തോളം ഈ മഹല്ല് ജമാഅത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മുസ്ലിം വീട്ടിനും വീട്ടുകാർക്കും ആവശ്യമായ ഇസ്ലാമികമായ പുരോഗതിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നവർ ആലോചിക്കണം. ഒരുപാട് സമീപ മഹല്ലിലുള്ള പ്രതിനിധികളുള്ള ഒരു മജ്ലിസാണല്ലോ ഇത്. ഞാൻ ഈ സ്ഥാനത്ത് നിലനിൽക്കുന്ന കാലത്തോളം എന്നെക്കൊണ്ട് എന്തെങ്കിലും ഈ ഉമ്മത്തിന് ചെയ്യാൻ എനിക്ക് കഴിയണം. ആ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള മുൻകരുതലുകളുമായി അവൻ നീങ്ങണം. അവന് ചെയ്യാൻ കഴിയില്ലേ, തൽക്കാലം ആ സ്ഥാനം മറ്റുള്ളവർക്ക് മാറിക്കൊടുക്കണം.
തൽക്കാലം മറ്റുള്ളവർക്ക് മാറിക്കൊടുക്കണം. ആ സ്ഥാനം കൈയടക്കി കഴിഞ്ഞുകൂടുന്ന കാലത്തോളം ഒരു മുടക്കാച്ചരക്കായി നിലനിൽക്കുകയും മറ്റുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ യോഗ്യതയുള്ള ആളുകൾക്ക് അവസരം നിഷേധിക്കുകയും ചെയ്യുന്നതിനാൽ ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്നു ഈ മുസ്ലിം ഉമ്മത്തിന് ഉപകാരം ചെയ്യാൻ ആരോഗ്യമുള്ള, അതിന് പക്വതയും തന്റേടവും ത്രാണിയുമുള്ള ആളുകൾക്ക് അവസരം നൽകുകയാണ് വേണ്ടത്. ഇതാണ് സഹബാക്രം നമ്മെ പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു പ്രമുഖനായൊരു സഹാബിയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പ്രമുഖനായൊരു സഹാബിയാണ്. പല വിഷയങ്ങളിലും നബി തങ്ങളോടൊപ്പം കൂടെ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന നേതാവാണ്. പല യുദ്ധങ്ങളിലും പല സംഗതികളിലും കൂടെയുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ അരികിൽ വന്ന് ഒരിക്കൽ ചോദിച്ചു, നബിയെ, ഇസ്ലാമിക സാമ്രാജ്യം വലുതായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പല ഭാഗങ്ങളിലേക്കും ഗവർണർമാരെ താങ്കൾ നിശ്ചയിക്കുന്നുണ്ടല്ലോ. രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിൽ എനിക്കും എന്തെങ്കിലും ഖിദ്മത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെയും എവിടെയെങ്കിലും ഒന്ന് ഗവർണറായി നിശ്ചയിച്ചുകൂടെ? മഹാനായ അബൂദർ തങ്ങൾ അധികാരം മോഹിച്ചുകൊണ്ട് ചോദിച്ചതല്ല, മറിച്ച് ആയിനുൽ ഖൗമി ഖാദിമുഹും, ജനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ പറ്റിയ ഒരു സന്ദർഭമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചോദിച്ചതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേ പ്രതികരിച്ചത്? അബൂദറെ, നിനക്കാ സ്ഥാനം വേണ്ട, നിനക്കാ സ്ഥാനം വേണ്ട. അബൂദർ മോശക്കാരനാണോ? അല്ല, അബൂദർ സ്വർഗക്കാരനാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു യുദ്ധത്തിന് വേണ്ടി വരുന്ന അനുയായികളുടെ കൂട്ടത്തിൽ മഹാനായ അബൂദറും ഉണ്ടായിരുന്നു. എത്തിപ്പെട്ട ആളുകളിൽ പരിശോധിച്ചപ്പോ അബൂദറിനെ കാണാനില്ല. സഹാബികളോട് ചോദിച്ചു, അബൂദർ എവിടെയാ? സഹാബികളും പറഞ്ഞു, ഞങ്ങൾ കണ്ടിട്ടില്ല നബിയെ. മരുഭൂമിയല്ലേ, വിശാലമായ മരുഭൂമി, ദൂരഭാഗത്തിൽ നിന്ന് നടന്നു വരുന്ന ആളുകളെയും ദൂരെ നിന്ന് കാണാൻ കഴിയുന്ന മരുഭൂമി. മഹാനായ നബി തങ്ങളും സഹാബത്ത് നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് ദൂരത്തേക്ക് നോക്കിയപ്പോൾ അതാ വഴിയിലൂടെ ഒറ്റക്ക് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. കുതിരപ്പുറത്ത് അദ്ദേഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളൊക്കെയും വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് ഇങ്ങോട്ട് പോന്നവരാ. ആ യാത്രക്കാരിൽ നിന്ന് വല്ലതും കൊഴിഞ്ഞു പോയതുണ്ടെങ്കിൽ പൊറുക്കിയെടുക്കാനും, യാത്ര ചെയ്യാൻ പ്രയാസപ്പെട്ട് വഴിയിൽ കുടുങ്ങേണ്ടി വന്ന ആളുകളുണ്ടെങ്കിൽ അവരെ സഹായിക്കാനും വേണ്ടിയ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ഒറ്റപ്പെട്ട് പിന്നിൽ ഒറ്റയാനായി കടന്നു വരുന്നത്. ആ വരവ് കണ്ട മഹാനായ നബി തങ്ങൾ പറഞ്ഞു, യംശി വഹദ, യംശി വഹദ വയഈശു വഹദ വയഹ്ശു വയമൂതു വഹദ വയശ്റു വഹദ. അതാ ഒറ്റക്കദ്ദേഹം ഇതാ ഇങ്ങോട്ട് വരികയാ. ഇതേപോലെ വയഈശു വഹദ, ഒറ്റക്കദ്ദേഹം പിൽക്കാലത്ത് ജീവിക്കും. വയമൂതു വഹദ, ഒറ്റക്കദ്ദേഹം മരണപ്പെടും. വയശ്റു വഹദ, നാളെ മഹ്ശറിലേക്ക് ഒറ്റക്കായി അദ്ദേഹം മഹ്ശറിലേക്ക് യാത്രയാക്കപ്പെടും. അതിന്റെ ശേഷം സ്വർഗത്തിലേക്ക് ഒറ്റയാനായി അദ്ദേഹത്തെ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ. ആ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നിനക്ക് അധികാരം വേണ്ട. എന്തേ കുഴപ്പോ? അബൂദർ ഭരണ വിഷയത്തിൽ അപാകതകൾ വന്നു ചേർന്നെങ്കിലോ എന്ന് ഭയപ്പെട്ടതിന്റെ പേരിലാണ്. അയോഗ്യരെ ആ സ്ഥാനത്ത് നിയമിക്കപ്പെടാൻ പാടില്ല, അവൻ യവനാണെങ്കിലും ശരി. അയോഗ്യരെ ഭരണ നേതൃസ്ഥാനത്ത് നിയമിക്കപ്പെടാൻ പാടില്ല, അവൻ ഏത് തറവാട്ടുകാരനാണെങ്കിലും ശരി. ഇതാണല്ലോ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ളത്. അതുകൊണ്ട് എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ, നാം ഒക്കെ മുസ്ലിങ്ങളാണ്. നമുക്ക് ഇസ്ലാമികമായ സംസ്കാരമാണുള്ളത്. ആ സംസ്കാരത്തിൽ അധിഷ്ഠിതമാണ് നാം ജീവിക്കുന്നത്. ആ ഇസ്ലാമിക സംസ്കാരത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ ഒരു വിഭാഗം നേതാക്കന്മാരും മറ്റുള്ളവര് അവരുടെ പിന്നിൽ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരുമായിരിക്കും. അത് എക്കാലത്തുമുള്ള സ്വഭാവമാണ്. ഒരു മഹലിനെ സംബന്ധിച്ചിടത്തോളം പള്ളിയും മദ്രസയും അങ്ങനെയുള്ള സംവിധാനങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പള്ളിയിൽ ജുമുഅ മുടക്കാതെ നിലനിൽക്കണം. ജുമുഅ അവിടെ മുടങ്ങാൻ പാടില്ല. അവിടെ ഭാഗമിക്കാമത്ത് മുടങ്ങരുത്. അവിടെ ജമാഅത്ത് മുടങ്ങരുത്. പക്ഷെ അതിനൊക്കെ ആ ജീവനക്കാരെ നിയമിക്കലും മറ്റു പ്രവർത്തനങ്ങളും എല്ലാവരുടെയും ബാധ്യതയാണെങ്കിലും ഇവിടെ 600-700 വീടുണ്ടെങ്കിലും പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാർ 1000-ലധികം നമ്മുടെ ഈ മഹല്ല് ജമാഅത്തിലുണ്ട് എങ്കിലും ഇവിടത്തെ ജുമുഅ മുടങ്ങിയാൽ ഓരോ വ്യക്തിയും പടച്ച റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും. എല്ലാവരുടെയും ബാധ്യതയായിരുന്നു, ഫർള് കിഫയായിരുന്നു അത്. ആ ബാധ്യത നിറവേറ്റപ്പെടാതെ പോയതിന്റെ പേരിൽ എല്ലാ അംഗങ്ങളും ഉത്തരവാദികളാണ്. പക്ഷേ ഈ ഉത്തരവാദിത്വ നിർവഹണത്തിന് വേണ്ടി എല്ലാവരെയും ഒരു ഖത്തീബ് ഉസ്താദിനെയോ ഒരു ഇമാമിനെയോ ഒരു മുഅദ്ദിനെയോ നിയമിക്കുകയും തിരിച്ചുവിടുകയും ഒക്കെ ചെയ്യുന്നത് ഒരിക്കലും പ്രായോഗികമല്ല. അതിനാൽ ഒരു ജമാഅത്തിനെ നാം തെരഞ്ഞെടുക്കും. ആ ജമാഅത്തിന്റെ ഉത്തരവാദിത്വത്തിൽ കാര്യങ്ങൾ നടക്കട്ടെ എന്ന രൂപത്തിൽ അവർക്ക് വേണ്ട സാമ്പത്തികമായ സഹായങ്ങളും വ്യക്തിപരമായ പ്രോത്സാഹനങ്ങളും നാം നൽകിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ലോകത്തെവിടെയും ദീനിയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥാനത്തെത്തിപ്പെട്ട ആളുകളോട് 1-2 വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയദൈർഘ്യം എന്ന്. മഹാനായ നബി തങ്ങൾ പറഞ്ഞത്, ലാ തസ്അലിൽ ഇമാറ,
ലാ തസ്അലിൽ ഇമാറ, നേതൃസ്ഥാനം നിങ്ങൾ ചോദിച്ചു വാങ്ങരുത്. നേതൃസ്ഥാനം നിങ്ങൾ ചോദിച്ചു വാങ്ങരുത്. ആ സ്ഥാനം ചോദിച്ച ആവശ്യപ്പെട്ടതിന്റെ പേരിലാണ് നിനക്ക് ലഭിച്ചത് എങ്കിൽ ആ സ്ഥാനത്തേക്ക് നിന്നെ ഏൽപ്പിക്കപ്പെടുന്നതാ. നീ പൂതിവെച്ച് ആഗ്രഹിച്ചോ ചരടുവലികൾ നടത്തിക്കൊണ്ട് വാങ്ങിയതല്ലേ, നീ തന്നെ അത് കയ്യാളി നടത്തിക്കോ എന്ന് പറഞ്ഞു അവനെ സഹായിക്കാൻ റബ്ബിന്റെ പിന്തുണ ഉണ്ടാകില്ല. ആവശ്യപ്പെടാതെ ആളുകളുടെ നിർബന്ധം അനുസരിച്ച് നിന്നെ അതിന് ചുമതലപ്പെടുത്തപ്പെട്ടാൽ അതിന്റെ പേരിൽ നീ സഹായിക്കപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ട് നമ്മോട് പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഹിജ്റ 99 ഈ രാജ്യത്തിന്റെ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണാധിപനായി നിയമിക്കപ്പെട്ട മഹാനവറുകളാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ആ കാലത്ത് ഏറ്റവും ഭരണത്തിന് യോഗ്യനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആളുകളൊക്കെയും അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്ത് ഖലീഫയാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ജനങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വിസമ്മതിച്ചു, എന്നെ കൊണ്ടാകില്ല, ഇത് വലിയൊരു ഭാരമാണ്, വലിയ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തത്തിൽ പോരായ്മകൾ വന്നാൽ പടച്ചറബിന്റെ അടുക്കൽ ഞാൻ സമാധാനം പറയേണ്ടി വരും, എന്നെ കൊണ്ടാകില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷെ എല്ലാ ആളുകളും അദ്ദേഹം തന്നെയാണ് യോഗ്യനെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അതിന് ചുമതലപ്പെടുത്തി. ഓരോ ദിവസവും അദ്ദേഹം ശരീരം മെലിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഇന്ന് നേതൃസ്ഥാനത്തേക്ക് എത്തിപ്പെട്ട ആളുകൾ, മന്ത്രിമാരാകട്ടെ MLA-മാരാകട്ടെ, സ്ഥാനമാനങ്ങൾ കൈയാളുന്ന ആരാണെങ്കിലും ഓരോ ദിവസം കൂടുന്തോറും അവർ തടിച്ചു കൊഴുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഓരോ ദിവസവും മെലിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നേ വലിയ ഉത്തരവാദിത്വ ബോധമാണ് അദ്ദേഹത്തെ പേടിപ്പെടുത്തിയിരുന്നത്. ഉത്തരവാദിത്വ ബോധമാണ് അദ്ദേഹത്തെ ഭയപ്പെടുത്തിയിരുന്നത്. തന്റെ ഒരു ഭൃത്യൻ, ഒരു അടിമ തന്നോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. അപ്പോൾ ഒരു മെഴുകുതിരി വെളിച്ചമുണ്ടായിരുന്നു അവിടെ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരിക്കെടുത്ത് മറ്റൊരു മെഴുകുതിരിക്ക് തീ കൊടുക്കുകയുണ്ടായി. അത് കത്തിച്ചു. ഭൃത്യൻ അടിമ ചോദിച്ചു, പ്രഭോ, ഞാൻ കണ്ട ഈ അവസ്ഥയെക്കുറിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ. കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി, ആ മെഴുകുതിരി കത്തിത്തീരുന്നതിന് മുമ്പ് അത് കെടുത്തിയിട്ട് മറ്റൊന്നിന് താങ്കൾ ഇതാ തീ കൊടുത്തിരിക്കുന്നു, എന്താ കാരണം? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയുകയാ മോനെ, ഇതുവരെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഭരണകാര്യത്തെക്കുറിച്ച്, ഈ രാജ്യത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച, ഭരണീയരുടെ അവസ്ഥയെ കുറിച്ച. ആ സമയത്ത് കത്തിക്കൊണ്ടിരുന്ന മെഴുകുതിരി പൊതുഖജനാവിന്റെ കാശുകൊണ്ട് വാങ്ങിയതായ മെഴുകുതിരിയായിരുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ, എന്റെ കുടുംബപരമായ വിഷയങ്ങളല്ലേ. എന്റെ കുടുംബപരവും വ്യക്തിപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പൊതുഖജനാവിന്റെ കാശ് കൊണ്ടുവാങ്ങിയ മെഴുകുതിരിയുടെ വെളിച്ചം ഉപയോഗിക്കാൻ പാടില്ലെന്നതിനാൽ ഞാൻ സ്വന്തം അത്യധ്വാനം ചെയ്തുണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിയ മെഴുകുതിരിയാണ് ഇപ്പോൾ ഞാൻ തീ കൊടുത്തത്, കത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മഹാനവറുകൾ പറഞ്ഞുവെങ്കിൽ പൊതുഖജനാവിന്റെ കാശ്, ആ കാശ് കൊണ്ട് വാങ്ങിയ മെഴുകുതിരി, ആ മെഴുകുതിരിയുടെ വെളിച്ചം പോലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൂടാ എന്ന നിർബന്ധമാണ് അവർക്കുണ്ടായിരുന്നത്. ഈ ഒരു വിശേഷണം പൊന്നുമുഅ്മിനീങ്ങളെ നമുക്കുണ്ടാകണം. ഇത് പൊതുഫണ്ടാണ്. പള്ളിയും മദ്രസയും ദീനീ പ്രവർത്തനങ്ങളും ഒക്കെ പൊതുഫണ്ട് കൊണ്ട് നടത്തപ്പെടുന്ന സംവിധാനങ്ങൾ. ആളുകളിൽ നിന്ന് വലിസംഖ്യയിനത്തിലോ സംഭാവന ഇനത്തിലോ കിട്ടുന്ന കാശ് ഒരുപക്ഷെ അത് സ്വരൂപിക്കപ്പെട്ട 50,000-മോ 1,00,000-മോ 5,00,000-മോ ഒക്കെ സെക്രട്ടറിയുടെയോ ട്രഷററിന്റെയോ മറ്റേതെങ്കിലും വ്യക്തിയുടെയോ കയ്യിൽ വെക്കുകയും അത് അവരുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും പള്ളിയുടെ 4 ലക്ഷം എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല, ആവശ്യം വരുമ്പോൾ ഞാൻ വെച്ചുകൊടുക്കുകയും ചെയ്യുമെന്നാണെങ്കിൽ പോലും പാടില്ല. ഹറാം പാടില്ല. കാരണം എന്താ? ഈ 4 ലക്ഷം രൂപ പള്ളിയുടെ കാശ് അവന്റെ കയ്യിലുള്ളത് അവൻ നടത്തുന്ന ബിസിനസ് ഇനത്തിലേക്ക് തിരിച്ചു അത് മുഖേന കച്ചവടം പിടിപിടിച്ചുണ്ടാകുന്ന ലാഭം, ആ ലാഭം അവൻ അനുവദിക്കപ്പെട്ടതാണോ? ഈ 4 ലക്ഷവും 5 ലക്ഷവും പള്ളിയുടെ കാശല്ലേ. പള്ളിക്ക് വേണ്ടിയുള്ള ഈ കാശ് ഒരുപക്ഷെ അവൻ നൽകുന്നത് അവൻ അപഹരിക്കുന്നില്ല, അവൻ ആ പള്ളിക്ക് തന്നെ കൊടുക്കുന്നതാ. പക്ഷേ ഈ ബാക്കിയാക്കി വെക്കപ്പെട്ട സമയത്ത് ഇവന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി അതിലൂടെ ലഭിക്കുന്ന ലാഭം അവൻ അനുവദിക്കപ്പെട്ടതാവും മാറുമോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഒരു 4-3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ ഉപയോഗിക്കുന്ന ഈ കാശ് പള്ളിക്ക് ആവശ്യം വരുന്നതെങ്കിൽ അപ്പോഴാണ് 5 ലക്ഷം പള്ളിയുടെ കാശ് കമ്മിറ്റിയിൽ അവൻ വെക്കുന്നത്. 3 മാസം അവന്റെ കയ്യിലായിരുന്നു 5 ലക്ഷം. ആ
3 മാസം അവന്റെ ബിസിനസ്സിലാണ് 5 ലക്ഷം ഉപയോഗപ്പെടുത്തിയത്. അതിലൂടെ ലഭിക്കുന്ന ലാഭം, അതിലൂടെ ലഭിക്കുന്ന ആദായം അവൻ അവകാശപ്പെട്ടതോ? 5 ലക്ഷം എന്ന റഅ്സുമാല് മൂലധനം പള്ളിയുടേതായതിന്റെ പേരിൽ ആ ലാഭം പള്ളിക്ക് അവകാശപ്പെട്ടതോ എന്ന് അത്തരക്കാർ ആലോചിക്കേണ്ടതാണ്. വളരെ സൂക്ഷ്മതയിൽ കഴിഞ്ഞുകൂടേണ്ട മേഖലയാണ് പൊതുമേഖല. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാര്യമാണ് എങ്കിൽ അവനോട് പൊരുത്തപ്പിടിച്ചാൽ മതി, അവനോട് പൊരുത്തപ്പിടിച്ചാൽ മതി. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഭവനമായ പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട പൊതുവായ ഇത്തരം സമ്പത്താണ് നമ്മുടെ കൈകളിൽ ഉള്ളത് എങ്കിൽ തീ പോലെ ചൂടുള്ളതാണ് അത് എന്നോർക്കണം. ബഹുമാനപ്പെട്ട അല്ലാമ നവവി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഡമസ്കസിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെയുള്ള അങ്ങാടികളിൽ നിന്ന് കാശ് കൊടുത്തു പോലും പഴം അദ്ദേഹം വാങ്ങിക്കഴിക്കുമായിരുന്നില്ല എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. എന്തേ കാരണം? കാശ് കൊടുത്ത് വാങ്ങിക്കഴിക്കുന്നതിന് എന്താ തകരാറ്? കാശ് കൊടുത്ത് വാങ്ങിത്തുന്നുകയല്ലേ, ഹലാലല്ലേ? പക്ഷെ അദ്ദേഹത്തിന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് അത് ദിമിഷ്ക് എന്ന് പറയപ്പെടുന്ന ഡമസ്കസ് ഒരുപാട് വഖഫിന്റെ സ്വത്തുക്കളുള്ള സ്ഥലമായിരുന്നു. ഒരുപാട് പഴത്തോട്ടങ്ങൾ വഖഫായി വഖഫപ്പെട്ടതായി ഉണ്ടായിരുന്നു. പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, അന്നത്തെ ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട ഫുഖറാക്കൾക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട പഴത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ പഴത്തോട്ടങ്ങളിൽ നിന്ന് ആരെങ്കിലും പഴങ്ങൾ അപഹരിച്ചെടുത്ത് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയാണ് എങ്കിൽ ഞാൻ കാശ് കൊടുത്താണ് വാങ്ങിത്തുന്നതെങ്കിലും വഖഫിന്റെ പഴമാണല്ലോ ഞാൻ വാങ്ങിത്തുന്നത്, അത് മുഖേന എന്റെ ശരീരം ചീഞ്ഞുനാറി മലീമസമാകുമെന്നതിനാൽ കാശ് കൊടുത്ത് പോലും അങ്ങാടിയിൽ നിന്ന് പഴം വാങ്ങിക്കഴിക്കാത്തവനാണ് അദ്ദേഹമെങ്കിൽ നവ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞുകൂടുന്ന തന്റെ ഉപ്പ, ആ ഉപ്പ സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കുന്ന ബാർലി ഡമസ്കസിലേക്ക് എത്തിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അത് വിറകി കഴിച്ചു കൂട്ടി ജീവിക്കുന്നവനായിരുന്നു ഇമാം നബവി റളിയല്ലാഹു അൻഹു. വഖഫിന്റെ സ്വത്താണ്, പൊതുഫണ്ടാണ്. ഒരു നയാ പൈസ അതിൽ നിന്ന് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൂടാ. ഒരു 50,000 രൂപയാണ് പള്ളിയുടെ കാശ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ അത് കെട്ടിപ്പൊതിഞ്ഞോ ഷെൽഫിന്റെ ഭദ്രമാക്കപ്പെട്ടൊരു മൂലയിൽ വെച്ചോ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ലവലേശം അതിൽ നിന്ന് ഉപയോഗപ്പെടുത്താതെ സൂക്ഷ്മത പുലർത്തേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നോർക്കണം. ഈ സത്യസന്ധത എന്റെ പൊന്നുമുഅ്മിനീങ്ങളെ ഏതൊരുത്തനും ഉണ്ടാകേണ്ട വല്ലാത്തൊരു ഗുണമാണ്, ഒരു വിശേഷണമാണ്. രണ്ടാമത്തെ ഗുണവിശേഷണം പെരുമാറ്റ സ്വഭാവങ്ങൾ. 100 കൂട്ടം ജനങ്ങളാണ് നമ്മുടെ മഹല്ലിലുള്ളത്. വിവിധ മക്കളുടെ, വിവിധ മാതാപിതാക്കളുടെ മക്കളാണ്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത് ഭൂമിയുടെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് അല്പം മണ്ണെടുത്തുകൊണ്ടല്ല. ഭൂമി വിവിധ സ്വഭാവമുള്ള മണ്ണാണ് ഇതിലുള്ളത്. വളരെ ടൈറ്റ് ഫിറ്റായ കരിമ്പാറ ഇവിടെയുണ്ട്. വളരെ ഓതമുള്ള സോഫ്റ്റായ പാടത്തെ മണ്ണും ഇവിടെയുണ്ട്. പല വിധത്തിലുള്ള നിറത്തിലുള്ള സ്വഭാവത്തിലുള്ള മണ്ണാണ് ഭൂമിയിലുള്ളത്. എല്ലാ ഭാഗത്തു നിന്നും പ്രത്യേകമായ ഒരു സത്ത് ഊറ്റിയെടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത്. അതിനാൽ ആദമിന്റെ മക്കളായി ജനിക്കാൻ വിധിക്കപ്പെടുന്ന ആളുകൾക്ക് വിവിധ സ്വഭാവങ്ങൾ ഉണ്ടാകും. അവർക്കെല്ലാവർക്കും നേതാവായി തീരേണ്ടവനാണ് ഉത്തരവാദപ്പെട്ട ആളുകൾ. എല്ലാവരുടെയും മനസ്സ് വായിച്ച് അവർക്ക് വെറുപ്പുണ്ടാകാത്ത രൂപത്തിൽ വളരെ വിട്ടുവീഴ്ചയോടുകൂടെ പെരുമാറാനുള്ള വിശാല മനസ്സ് നേതൃസ്ഥാനത്തുള്ള ആളുകൾക്കുണ്ടാകേണ്ടതാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമും തന്റെ സഹോദരൻ ഹാറൂൻ അലൈഹി ഇസ്ലാം അവർ രണ്ടാളെയും വിളിച്ചിട്ട് ഒരിക്കൽ അല്ലാഹു തആല പറഞ്ഞു, ഇദ്ഹബാ ഇലാ ഫിർഔൻ, നിങ്ങൾ രണ്ടുപേരും ഫിർഔന്റെ അരികിലേക്ക് പോകണം. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, ഫിർഔനോട് നിങ്ങൾ സൗമ്യമായി സംസാരിക്കണം. ആരാണ് ഫിർഔൻ? ഒരു നിലക്കും ഇസ്ലാമിലേക്ക് കടന്നു വരികയില്ല, സത്യത്തിന്റെ വഴി സ്വീകരിക്കുകയില്ലെന്നുള്ള ഉറപ്പാ. വളരെ മോശപ്പെട്ട വ്യക്തിയാ, കൊടും കാഫിറാണ്. ഞാനാണ് ഈ ലോകത്തിന്റെ വലിയ തമ്പുരാൻ എന്ന അവകാശവാദം ഉന്നയിച്ചിരുന്നവനാ. അവന്റെ അരികിലേക്ക് പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടിയാണ് മൂസാ നബിയെയും ഹാറൂൻ നബിയെയും അല്ലാഹു തആല വിടുന്നത്. ആ സമയത്തും റബ്ബ് തആല ഈ 2 മഹാന്മാരോട് പറയുകയാണ്, ഇദ്ഹബാ ഇലാ ഫിർഔൻ വഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, നിങ്ങൾ ഫിർഔനെ സമീപിക്കണം. വഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, അവനോട് സൗമ്യമായി പെരുമാറണം. അവൻ ഏതായാലും വളരെ മോശപ്പെട്ട വ്യക്തിയാ, ഒരു നിലക്കും ഇസ്ലാമിന്റെ തീരത്തേക്ക് വന്നണയുമെന്ന് പ്രതീക്ഷയില്ല. അതുകൊണ്ട് കർക്കശമായ പെരുമാറ്റം നിങ്ങൾ നടത്തിക്കോളൂ എന്ന് ഇവർക്ക് അനുവാദം നൽകിയോ ഇല്ല. അവൻ മോശക്കാരനാണെങ്കിലും നിങ്ങൾ പ്രബോധകന്മാരാ. നിങ്ങളുടെ പെരുമാറ്റത്തിൽ മോശത്തരം ഉണ്ടാകരുത്. ഖൗലൻ ലയ്യിനൻ, സൗമ്യമായി മാത്രമേ അവനോട് സംസാരിക്കാവൂ എന്നല്ല പറഞ്ഞെങ്കിൽ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരുടെ ഏറ്റവും വലിയ വിശേഷണമാകണം അത്. ഏത്? സൗമ്യമായുള്ള പെരുമാറ്റം. സൗമ്യമായുള്ള പെരുമാറ്റം അതാണ് മഹാന്മാരായ നേതാക്കന്മാർക്കൊക്കെ ഉണ്ടായിരുന്നത്. തെറ്റുകുറ്റങ്ങൾ മറ്റുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചു തന്നാൽ എന്നെ ചോദ്യം ചെയ്യാൻ അവനോ,
എന്നെ ചോദ്യം ചെയ്യാൻ അവനോ എന്നൊരു ചിന്ത ഒരു മുസ്ലിം നേതാവിൽ നിന്നുണ്ടാകാൻ പാടില്ല. ആരായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു? അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ ചോദ്യം ചെയ്ത ആളെ പ്രശംസിക്കുകയും അള്ളാഹനെ സ്തുതിക്കുകയും ചെയ്ത പാരമ്പര്യമാണ് നമുക്ക് ഉമർ തങ്ങളുടെ ചരിത്രത്തിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത് എങ്കിൽ അത് മാതൃകയാക്കേണ്ടവരല്ലേ നാം. അതിനാൽ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ പെരുമാറ്റം വളരെ വിശാല മനസ്സോടുകൂടെ ആക്കേണ്ടതുണ്ട്. അപ്പോഴേ സൗഹൃദപരമായി നിലനിൽക്കാൻ ഇവിടെ കഴിയുകയുള്ളൂ. ഈ വിശാല മനസ്സോടുകൂടെ നമ്മുടെ മനസ്സും മെയ്യും നമ്മുടെ എല്ലാവിധ ചിന്തകളും നാം പ്രതിനിധാനം ചെയ്യുന്ന ഈ പ്രസ്ഥാനം, അല്ലെങ്കിൽ ഈ സംഘടന, ഈ പള്ളി, ഈ മദ്രസ, ഇസ്ലാമികമായ സംരംഭം, അതിന്റെ ഉയർത്തെഴുന്നേൽപ്പും പുരോഗതിയും വിജയവും അതിന് വേണ്ടിയുള്ള നീക്കങ്ങളും ശ്രദ്ധയുമായിരിക്കണം. ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഉദാഹരണമായി പറയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ചമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അതിന്റെ സ്ഥാപക നേതാവ് ബഹുമാനപ്പെട്ട മർഹൂം ബാപ്പുട്ടി ഹാജി നബ്ബറല്ലാഹു മർഖദ. മലപ്പുറം ജില്ലക്കാരനാണ് ഞാൻ. മലപ്പുറം ജില്ലയിൽ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനമുണ്ട്. അവിടെ പഠിച്ചുയർന്ന ഹുദവികൾ ഉസ്താദുമാർ നമ്മുടെ ഈ ഭാഗങ്ങളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പ്രോ ചാൻസലർ കൂടിയാണ് ബഹുമാനപ്പെട്ട ഈ വലിയ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്ന നമ്മുടെ മഹാനായ ഖാദി ചെറുശ്ശേരി ഉസ്താദ് മഹാനവറുകൾ. അദ്ദേഹം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥാപനത്തിന്റെ സ്ഥാപക നേതാവ് ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി നവ്വറല്ലാഹു മർഖദ. അദ്ദേഹം വലിയ സൂക്ഷ്മതയിൽ കഴിഞ്ഞുകൂടിയിരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ഈ നേതൃസ്ഥാനത്തുള്ള ആളുകൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ്. സമയദൈർഘ്യം വയ്ക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. പരിമിതമായ 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജിയാണ് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെയും നടത്തിയത്. അദ്ദേഹം വീട്ടിൽ നിന്ന് വരുമ്പോ ഒരു ഫ്ലാസ്കിൽ ചായയുമായിട്ടാണ് വരുന്നത്. ആ ചായയാണ് അദ്ദേഹം കുടിക്കാറ്. അദ്ദേഹത്തിന്റെ പണിയോ ഈ സ്ഥാപനത്തിന് മണ്ണിട്ട് നികത്തലും ബിൽഡിംഗ് ഉണ്ടാക്കലും അപ്പുറം നോക്കലും ഈ കാര്യം ശ്രദ്ധിക്കലും ഈ വക കാര്യങ്ങളുമായുള്ള നെട്ടോട്ടമാണ്. ഡോക്ടറാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി നിരവധി രോഗികൾ തന്റെ വൈദ്യശാലയിൽ വന്ന് ക്യൂ നിൽക്കുന്നുണ്ട്. അതൊന്നും നോക്കാതെ അദ്ദേഹം ഇതിനു വേണ്ടിയുള്ള നെട്ടോട്ട. വീട്ടിൽ നിന്ന് വരുമ്പോ ഒരു ഫ്ലാസ്ക് ചായയുമായിട്ടാണ് ഇങ്ങോട്ട് വരാറ്. ഇവിടെ മെസ്സുണ്ട്, ഇവിടെ ഉസ്താദുമാരുണ്ട്, ഇവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുണ്ട്. അവർക്ക് വേണ്ട ഭക്ഷണം ഈ സ്ഥാപനത്തിൽ വെച്ചുണ്ടാക്കുന്നുണ്ട്. ഒക്കെയാണെങ്കിലും അവിടെ നിന്ന് അദ്ദേഹം കഴിക്കാറില്ല. അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത് ഇത് പൊതുസമൂഹത്തിന്റെ കാശുകൊണ്ട് ഉണ്ടാക്കിയതായ മെസ്സാണ്, അവിടുത്തെ ചായയും വെള്ളവുമാണ്, അവിടുത്തെ ഭക്ഷണമാണ്, അത് എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിച്ചിരുന്നവനാണ്. അതുകൊണ്ടാണ് വീട്ടിൽ നിന്നൊരു ഫ്ലാസ്കിൽ ചായ നിറച്ച് അദ്ദേഹം കൊണ്ടുവന്നിരുന്നത്. ഒരിക്കൽ അദ്ദേഹം ക്ഷീണിച്ചവശനായി ചായ അടക്കിങ്ങനെ കുടിക്കും. ഒരിക്കൽ അദ്ദേഹം ക്ഷീണിച്ചവശനായി ഓഫീസിൽ വന്നിരുന്നു. കാർ ഡ്രൈവറോട് പറഞ്ഞു, അബോ ഒരു ഗ്ലാസ് ചായ എടുത്ത. കാറിൽ ചെന്ന് ഫ്ലാസ്ക് തുറന്നു നോക്കുമ്പോൾ ചായ തീർന്നിട്ടുണ്ട്. ചായ കഴിഞ്ഞു. ഡ്രൈവർ വന്ന് ബാപ്പുട്ടി ഹാജിയോട് പറഞ്ഞു, ആചാര്യ ചായ അവസ്ഥ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് വല്ലാത്ത അസ്വസ്ഥത. ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന നേരത്തെ ഒരു ഗ്ലാസ് ചായ കിട്ടാത്തത് കൊണ്ട് വല്ലാത്ത അസ്വസ്ഥത. അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോ ചായ കിട്ടണമെങ്കിൽ വീട്ടിലെത്തണമല്ലോ, കുറെ സമയം കഴിയണമല്ലോ, ഒരു ചായ കിട്ടാൻ വല്ലാത്തൊരു പൂതി ഉണ്ടായിരുന്നു. ഈ അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ തൊട്ട് സമീപത്തിരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഹൈദർ ഉസ്താദ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റായി സേവനം ചെയ്തിരുന്ന വലിയ പണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞു, ആചാര്യ ആ ഡ്രൈവറെ മെസ്സിലേക്ക് വിട്ടോളൂ, നമ്മുടെ ഇവിടെ ചായ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഒരു ചായ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞോളൂ. ബാപ്പുട്ടി ഹാജി ഹൈദർ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ, ഞാനും നിങ്ങളുമൊക്കെ ആളുകളുടെ മുന്നിൽ ചെന്ന് കൈനീട്ടി 1000-ഉം 10,000-ഉം 15,000-ഉം 50,000-ഉം ഒക്കെ സംഭാവന വാങ്ങി ഉണ്ടാക്കിയതായ സ്ഥാപനം. ഈ സ്ഥാപനത്തിൽ നാം വെച്ചുണ്ടാക്കുന്നതായ ചോറും കറിയും മറ്റുള്ള സാധനവും ഒക്കെ സമൂഹത്തിന്റെ കാശുകൊണ്ടുണ്ടാക്കുന്നതാ. അതെങ്ങനെ മുതലാളിയായ ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറിയായ എനിക്ക് കഴിക്കാൻ പറ്റുമോ? അത് ഇവിടെയുള്ള മുതഅല്ലിമീങ്ങൾക്ക് കഴിക്കാനുള്ളതല്ലേ? ഇവിടുത്തെ ഉസ്താദുമാർക്ക് ഭക്ഷിക്കാനുള്ളതല്ലേ? ഇവിടുത്തെ അന്തേവാസികൾക്കല്ലേ അത് അനുവദനീയമാകൂ? മുതലാളിയായ എനിക്കങ്ങനെ ഇത് പറ്റുമോ? ബഹുമാനപ്പെട്ട ഹൈദർ ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയുണ്ടായി, ആചാര്യ, നിങ്ങൾ മുതലാളിയാണ് ശരി, നിങ്ങൾക്ക് ഈ കാശ് കൊണ്ട് ഉണ്ടാക്കിയതായ ചായ കുടിക്കേണ്ട ആവശ്യമില്ല ശരി. വീട്ടിൽ നിന്നും ഫ്ലാസ്കിൽ കൊണ്ടുവന്ന ചായ തീർന്ന് ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടി അതിയായി പൂതി വെക്കുന്ന നേരമാണല്ലോ ഇത്. നാം ഒക്കെ കൈനീട്ടി വാങ്ങിക്കൊണ്ടുവരുന്ന കാശ് കൊണ്ടുണ്ടാക്കുന്ന ചായയിൽ നിന്നു ഓരോരുത്തരും 10,000-ഉം 50,000-ഉം 1,00,000-ഉം ഒക്കെ സംഭാവന ചെയ്ത് തരുന്ന ഈ കാശ്, ആ കാശ് ഉപയോഗപ്പെടുത്തി ഉണ്ടാക്കിയ ചായയിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ നിങ്ങൾ കുടിച്ചാൽ ഞാൻ കൊടുത്ത കാശ് കൊണ്ടുണ്ടാക്കിയ ചായ ബാപ്പുട്ടി ഹാജി കുടിച്ചുപോയോ എന്നൊരു ചിന്ത ഒരാൾക്കും ഉണ്ടാകില്ല.
ആ സംഭാവന നൽകിയ ആളുകളുടെ മനസ്സിലൊക്കെ ഉണ്ടാകൽ അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജിയും നമ്മുടെ കാശ് കൊണ്ടുണ്ടാക്കിയതായ ഒരു ഗ്ലാസ് ചായ കുടിച്ചല്ലോ എന്ന നിലയിൽ അവർക്കൊക്കെ സന്തോഷമായിരിക്കും. അതിനാൽ അവരെ കുറിച്ചുള്ള ഒരു ഹുസ്നുൽ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ചായ കുടിക്കൽ ഹലാലാണ്, ഹറാമല്ല. ഈ വിഷയം ബഹുമാനപ്പെട്ട ഹൈദർ ഉസ്താദ് അവിടെ വെച്ച് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ആ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ബാപ്പുട്ടി ഹാജി അതിന് മറുപടി പറഞ്ഞത് എന്താ? എന്റെ പൊന്നു നേതാക്കളെ, സ്ഥാപനത്തിന്റെ അമരത്തിരിക്കുന്ന ഉത്തരവാദപ്പെട്ട ആളുകളെ നാം ആലോചിക്കണം. ബാപ്പുട്ടി ഹാജി പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉസ്താദെ, നിങ്ങളൊക്കെ ഉസ്താദുമാരാണ്, നിങ്ങളൊക്കെ വിവരമുള്ള പണ്ഡിതന്മാരാ, ഞങ്ങളൊക്കെ നിങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടുന്ന ഉമറാക്കൾ എന്ന് ജനങ്ങൾ പറയുന്ന പാവപ്പെട്ട പ്രവർത്തകരാ. നിങ്ങൾക്ക് ദീനിന്റെ വിവരം അറിയും, നിങ്ങൾക്ക് ഹറാമും ഹലാലും അറിയും, നിങ്ങൾ പറഞ്ഞു തരുന്നതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെ ഞങ്ങളെ കൊള്ളൂ. പക്ഷേ ഇവിടുത്തെ ചായ എനിക്ക് കുടിക്കൽ അനുവദനീയമാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ, ഫത്വ നൽകിയാൽ ഞാൻ കുടിക്കാം. പക്ഷേ നാളെ മഹ്ശറ ലോകത്ത് വെച്ച് പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾക്കും മുഅല്ലിമീങ്ങൾക്കും വേണ്ടി ആളുകൾ സംഭാവന ചെയ്ത് കൊടുത്തുണ്ടാക്കിയതായ കാശ് കൊണ്ടുണ്ടാക്കിയ ചായ ആദ്യാരെ നിങ്ങൾ കുടിച്ചോ എന്ന് എന്നോട് ചോദിച്ചാൽ, ഈ മൂല്യാര് പറഞ്ഞിട്ടാണ് ഞാൻ അത് കുടിച്ചത് എന്ന് പടച്ചോനോട് മറുപടി പറയട്ടോ. ഈ ഉസ്താദ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചായ കുടിച്ചത് എന്ന് ഞാൻ അള്ളാനോട് മറുപടി പറയും. ഹൈദർ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞോളൂ, അള്ളാനോട് ഞാൻ സമാധാനം പറഞ്ഞോളൂ. അതിന്റെ ശേഷമാണ് ആ സ്ഥാപനത്തിൽ നിന്ന് ഒരു മുറുക്ക് ചായ അദ്ദേഹം കുടിച്ചിരുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ അവസ്ഥയായി, ഈ അടുത്തയുടെ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ അവസ്ഥയായി നമുക്ക് കാണാൻ കഴിയുന്നത് എങ്കിൽ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർക്കുണ്ടാകേണ്ട വലിയ വിശേഷണങ്ങളാണ് ഇതൊക്കെ. അതിനാൽ സൂക്ഷ്മത വേണം. തീ പോലെ ചൂടുള്ള വളരെ ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ടുന്ന മേഖലയാണ് വഖഫിന്റെ മുതലുകൾ. ആ മുതലുകൾ തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൂടാ. പൊതു ആവശ്യത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതായതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടെ മാത്രമേ കൈകാര്യം ചെയ്യാവൂ. ഒരുപാട് വശങ്ങൾ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുടെ വിശേഷണമായി ഉണ്ടാകേണ്ടതുണ്ട്. ഒരു ഇസ്ലാമികമായ മഹല്ല് കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായ ചില മുറകളൊക്കെയും പറയാനുണ്ട്. സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇങ്ങനെയൊക്കെ സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ഒരു നേതൃസ്ഥാനത്ത് കഴിഞ്ഞുകൂടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ പയക്ക് കിട്ടുക? അയാൾക്ക് ആളുകളിൽ നിന്ന് കിട്ടും എന്ത്? കുറ്റം പറച്ചിൽ. അയാൾക്ക് ജനങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത് ഒന്ന് മാത്രമാണ്, പരാതികളും കുറ്റം പറച്ചിലുകളും. എത്ര സൂക്ഷ്മതയിൽ കഴിഞ്ഞുകൂടിയാലും ശ്രദ്ധിച്ച് അദ്ദേഹം കൈകാര്യം ചെയ്യാനും ആളുകൾ എന്തെങ്കിലും പരാതികൾ ഉണ്ടാക്കി പറഞ്ഞെന്ന് വന്നേക്കാം. പക്ഷേ നേതൃസ്ഥാനത്തുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ജനങ്ങൾ ഒരുപക്ഷെ വിവിധ സ്വഭാവക്കാരായതിനാൽ കുറ്റം പറച്ചിലുകളും പരാതി ഉണ്ടാക്കിയും പറയലുകളും ഒക്കെ നടത്തുമെങ്കിലും അത്തരം ഒരു പരാതി ഉണ്ടാകാനുള്ള സാഹചര്യം നാം ഉണ്ടാക്കാതെ നീങ്ങണം. അതോടൊപ്പം അതൊക്കെയും കണ്ണു ചിമ്മി നീങ്ങാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. മറ്റൊരാളെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളും നമ്മിൽ നിന്നുണ്ടാകരുത്. ഒരേ ഒരു കാര്യം മാത്രമാണ് നമ്മുടെ ലക്ഷ്യമുണ്ടാകേണ്ടത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു എല്ലാവരിലും നന്മ ഉദ്ദേശിക്കുന്നു എങ്കിൽ അവനെ ഒരു പള്ളിയുടെ പരിപാലകനാക്കി മാറ്റുന്നതാണ്. പള്ളിയുടെ നേതൃസ്ഥാനത്ത് പരിപാലകനാക്കി, അതിന്റെ ഒരു പ്രവർത്തകനാക്കി, മദ്രസയുടെ ദീനീ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഒരു മുൻപന്തിയിലുള്ള ഒരു പ്രവർത്തകനായി ജീവിക്കാൻ ഒരാൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു ആ വ്യക്തിക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ നേതൃസ്ഥാനത്തേക്കെത്തി നന്മയിലൂടെ മാത്രം ചിന്തിച്ചോ, പള്ളിയുടെ മദ്രസയുടെ ദീനീ പ്രവർത്തനങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് തന്റെ സമയവും തന്റെ ആരോഗ്യവും ഉപയോഗപ്പെടുത്തിയാൽ അത്തരക്കാരായ ആളുകൾ ഇമാമുൻ ആദിലുൻ എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെടുന്നതാണ്. നാളെ മഹ്ശറ ലോകത്ത് ഹാജരാക്കപ്പെട്ടാൽ അവിടെ കൂടുന്ന ആളുകളിൽ നിന്ന് 7 വിഭാഗത്തിനോ അവിടത്തെ ചൂടോ തണുപ്പോ പ്രയാസങ്ങളോ അനുഭവിക്കേണ്ടതില്ലാതെ അർശിന്റെ തണൽ നൽകപ്പെടുമെന്ന ഹദീസിലില്ലേ? അതിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗം ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധിപന. അപ്പറഞ്ഞത് രാജ്യം ഭരിക്കുന്ന ഭരണാധിപൻ മാത്രമല്ല, ഒരു മഹല്ല് ഭരിക്കുന്ന ഉത്തരവാദപ്പെട്ട ആളുകളും ഈ പറഞ്ഞ ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധിപൻ എന്നതിൽ പെടുന്നതാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ മഹല്ലിന്റെ പ്രതിനിധികളായ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നാം മുസ്ലിങ്ങളാ, നമുക്ക് ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം കളങ്കപ്പെടരുത്, ആ പാരമ്പര്യം നഷ്ടപ്പെടരുത്. അത് കെടാതെ നഷ്ടപ്പെടാതെ കാത്തു സംരക്ഷിച്ച് പിൻതലമുറക്കാർക്ക് കൈമാറണം. അത് നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെയും നാം
ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് അനാരോഗ്യം വരുമ്പോ, നമുക്ക് പ്രവർത്തിക്കാനുള്ള ശേഷി കുറഞ്ഞു വരുമ്പോ, ഞാനാണ് പൂർവികമായി ഈ സ്ഥാനത്ത് ഇരുന്നവൻ, ഇനി ആ കസേര മറ്റൊരാൾക്ക് ഒഴിഞ്ഞു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാനങ്ങ് മരണപ്പെട്ട് പിരിഞ്ഞു പോകുകയെന്നല്ലാതെ ഞാൻ ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുകയില്ല എന്ന ചിന്ത ഉണ്ടാകരുത്. തന്നേക്കാൾ ആരോഗ്യമുള്ളവന്, തന്നേക്കാൾ യോഗ്യനായ ആളുകൾ, അവർ ഇന്നാലിന്ന മധ്യവയസ്കനാണെങ്കിൽ, അല്ലെങ്കിൽ 25, 30, 35 പ്രായമുള്ള ചെറുപ്പക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടി ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുക. അവർ പ്രവർത്തിക്കട്ടെ, അവർ നമ്മുടെ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കട്ടെ. അത്തരം നേതൃസ്ഥാനത്തിലേക്ക് എത്തിപ്പെടുന്ന യുവത്വ പ്രസരിപ്പുള്ള ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, തലമൂത്ത തലനരച്ച ആളുകളോട് നാം കാര്യങ്ങൾ മുശാവറ ചെയ്യണം. അവരോട് കാര്യങ്ങൾ കൂടി ആലോചിക്കണം. അവരെ സൈഡാക്കുന്ന പ്രവണത നമ്മിലുണ്ടാകരുത്, അവരെ മാറ്റി നിർത്തുന്ന പ്രവണത നമ്മിലുണ്ടാകരുത്. ഒന്നിരായ സഹാബാക്കിറാമിന്റെ ചരിത്രം അത് പഠിപ്പിക്കുന്നുണ്ട്. സഹാബികളിൽപ്പെട്ട പല ആളുകളും പ്രായമുള്ളവരായപ്പോ അവരെ സൈഡാക്കപ്പെടാതെ പലപ്പോഴും ആരോഗ്യമുള്ള ചെറുപ്പക്കാരായ സഹാബികൾ, താബീങ്ങളൊക്കെ നേതൃനിരയിലേക്ക് വന്നപ്പോ അവരൊക്കെയും പ്രായം തന്നെ ഇത്തരം ആളുകളോട് പല കാര്യങ്ങളിലും കൂടിയാലോചന നടത്തുകയും മുശാവറ നടത്തുകയും ചെയ്തിട്ട് ആ കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്നത് എന്നുണ്ട്. ഇതും നമ്മുടെ പിൻഗാമികളായ പിൻതലമുറക്കാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഒത്തൊരുമയോടെ, ഐക്യത്തോടെ, സൗഹൃദത്തോടെ നമ്മുടെ ഈ മഹലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ഒത്തുപിടിച്ചാൽ വളരെ വലിയ പുരോഗതിയിലേക്ക് എത്തിച്ചേർക്കാൻ നമുക്ക് കഴിയും. ഈ വലിയ പടുക്കുറ്റൻ ബിൽഡിംഗ് 60 ലക്ഷത്തോളം രൂപ ചെലവാക്കിക്കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടതെന്നറിയാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടിയുള്ള ആ മരണപ്പെട്ട വ്യക്തിയുടെ പേരിലുള്ള ഒരു സംഭാവന എന്നോണമാണ് തന്റെ മകൻ ഇത് നിർവഹിച്ചത് എന്നറിയാൻ കഴിഞ്ഞു. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതിന്റെ പ്രതിഫലം തന്നിൽ നിന്ന് മരണപ്പെട്ട ഉപ്പയുടെ ഹദറത്തിലേക്ക് അള്ളാഹു എത്തിക്കുമാറാകട്ടെ. അതിന്റെ ബർക്കത്ത് കൊണ്ട് ആ പ്രവർത്തകന്റെ, ആ സഹോദരന്റെ കച്ചവടത്തിലും മറ്റ് ഏർപ്പാടുകളിലും അള്ളാഹു ഖൈർ ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. ആമീൻ. ഇത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വലിയൊരു പ്രവർത്തനമാണ്. മാത്രമായില്ല, ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ മുന്നിൽ ഇനിയുമുണ്ട്. നമ്മൊക്കെ ഒരു മുസ്ലിങ്ങൾ എന്ന രൂപത്തിൽ ഒറ്റക്കെട്ടാണ്. മഹാനായ നിബിധങ്ങൾ പറയുകയുണ്ടായി, ഒരു ബിൽഡിംഗിൽ നിർത്തപ്പെട്ടിരിക്കുന്ന കല്ല്, ഒരു കല്ല് മറ്റൊരു കല്ലിന് എങ്ങനെ താങ്ങും തണലുമാകുന്നുവോ, ഒരു കല്ല് മറ്റൊരു കല്ലിന് ശക്തി പകരുന്നത് കൊണ്ട് അതിന്റെ മുകളിൽ ഈ പടുകൂറ്റൻ ബിൽഡിംഗ് നമുക്ക് നിർമ്മിച്ചുണ്ടാക്കാൻ കഴിഞ്ഞത്. ഇതുപോലെ പരസ്പരം സ്നേഹത്തിലും സൗഹൃദത്തിലും മറ്റുള്ള ആളുകളുടെ ദുഃഖവും കട്ടപ്പാടും നീക്കുന്നതിന് വേണ്ടിയുള്ള പരോപകാരങ്ങളുമായി കഴിഞ്ഞുകൂടേണ്ടവരാ പരസ്പരം മുസ്ലിങ്ങള്. മാത്രവുമല്ല, 5 നേരത്തെ നിസ്കാരത്തില് തഹിയ്യാത്തിൽ നാം പറയുന്ന വാക്കിനെ കുറിച്ച് നാം ആലോചിക്കേണ്ടതുണ്ട്. അസ്സലാത്തു, മഹാനായ നിബിധങ്ങളുടെ പേരിൽ സലാം പറഞ്ഞതിന്റെ ശേഷം പിന്നീട് രക്ഷയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത് ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ്. തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. നമ്മുടെ യജമാനൻ അല്ലാഹ്, നമ്മുടെ സൃഷ്ടാപന, നമുക്ക് വേണ്ട സർവ്വ സൗകര്യങ്ങളും ചെയ്തു തരുന്നത് യജമാനനായ അല്ലാഹുവാണ്. അവനാണ് ആദ്യമായി നാം തിരുമുൽ കാഴ്ചകൾ അർപ്പിക്കേണ്ടത്, അവനാണ് സ്തോത്രങ്ങൾ സമർപ്പിക്കേണ്ടത്. അതാണ് തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് എന്ന വാക്കിലൂടെ നാം പറയുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് മറക്കാനാവാത്ത നേതാവ്, നമ്മുടെ ജീവനേക്കാൾ ഏറെ വലിയ നാം സ്നേഹിക്കേണ്ടുന്ന നേതാവ് ഹബീബായ നിബിധങ്ങളെ ആ പ്രവാചകർക്ക് നാം സലാം പറയുകയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് കഴിഞ്ഞാൽ പിന്നെ വ്യക്തിപരമായ കാര്യം റബ്ബിനോട് പറയണം. അസ്സലാമു അലൈനാ, പടച്ചവനെ ഞങ്ങൾക്കും നീ രക്ഷ നൽകണമേ. അത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ലോകത്ത് എവിടെയൊക്കെ മുഅ്മിനീങ്ങളുണ്ടോ, അത് ഫലസ്തീനിലാകട്ടെ, ഇറാഖിലാകട്ടെ, നമ്മുടെ നാട്ടിലാകട്ടെ, മറുനാട്ടിലാകട്ടെ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുവേ, നിന്നെ പേടിച്ച് സൂക്ഷിച്ചോ നന്മയിലായി ജീവിക്കുന്ന ഏതൊക്കെ അടിമകളുണ്ടോ, എവിടെയൊക്കെ ഉണ്ടോ, അവർക്കൊക്കെയും നീ രക്ഷ നൽകണേ എന്ന പ്രാർത്ഥന ദിവസം 5 നേരത്തെ നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിലൂടെ നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിശാലമായ കാഴ്ചപ്പാടിലൂടെ ജീവിക്കേണ്ടവരാണ് നാം. അതൊക്കെ കഴിഞ്ഞ് അത്തഹിയ്യാത്തൊക്കെയും തീർന്നതിന്റെ ശേഷം അവൻ നിസ്കാരത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോരുന്ന നേരത്ത് അവൻ അവസാനമായി പറയുന്ന വാചകം എന്താ? വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയും കൃപാകടാക്ഷവും കാരുണ്യവും ഉണ്ടാകട്ടെ. നാം ഒരാളെ കാണുമ്പോൾ നേരിട്ട് അവനോട് അസ്സലാമു അലൈക്കും എന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് റബ്ബിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന ആ വാക്കിന്റെ അർത്ഥം അത് അദ്ദേഹത്തോട് അഭിമുഖമായി പറയുന്ന വാക്കമാണ്. എന്നാൽ നിസ്കാരത്തിൽ നിന്നും പോരുന്ന നേരത്ത് നാം ചൊല്ലുന്ന സലാം അത് ആരോടുള്ള സലാമാണ്? ഈ നിസ്കാരത്തിൽ വലത് ഭാഗത്ത് ഇരിക്കുന്ന ഏതാനും ചില ആളുകളോട് മാത്രമോ അല്ല. അങ്ങനെയാണെങ്കിൽ വലത്തും ഇടത്തും മറ്റുള്ള ആളുകൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് മാത്രം സലാം ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ പോരെ? അങ്ങനെ പോരല്ലോ. നാം ആരുമില്ലാതെ നട്ടപ്പാതിര സമയത്ത് വീട്ടിൽ സ്വകാര്യമായ റൂമിൽ നിന്ന് നിസ്കരിച്ച് പിരിയുമ്പോഴും വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞുകൊണ്ട് നാം സലാം പറയുകയാണ്. ആരോടാ സലാം പറയുന്നത്? ഈ പ്രപഞ്ചത്തിൽ നോക്കൂ, ഈ പ്രപഞ്ചത്തിൽ എന്റെ വലത് ഭാഗത്ത് ആരൊക്കെ എന്തൊക്കെയുണ്ടോ നിങ്ങൾക്കൊക്കെയും രക്ഷയുണ്ടാകട്ടെ. ഈ പ്രപഞ്ചത്തിൽ എന്റെ ഇടത് ഭാഗത്ത് ആരൊക്കെയുണ്ടോ
അവർക്കൊക്കെയും രക്ഷയുണ്ടാകട്ടെ. ലോകമേ നിനക്ക് നിത്യശാന്തി കൈവരട്ടെ എന്നാണ് സലാം പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ വിശാല മനസ്സോടുകൂടെ നീങ്ങേണ്ടുന്ന മനുഷ്യർ ഒരു മഹല്ലിലായി തീരുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കയർക്കുകയും പരസ്പരം ഛിന്ന ഭിന്നമാവുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പകയും പോരും വൈരാഗ്യവുമായി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നത് തികച്ചും അപരാധമാണ്, തികച്ചും പുരോഗതിക്ക് തടസ്സമാണ്. അത്തരം സങ്കുചിതമായ മനസ്സൊഴിവാക്കി വിശാലമായി ചിന്തിച്ച് നന്മക്ക് വേണ്ടിയുള്ള സഹകരണമാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. നേതൃസ്ഥാനത്തുള്ള ആളുകൾക്ക് വേണ്ട ഒത്താശകളും സഹായങ്ങളും അവർക്ക് വേണ്ട സപ്പോർട്ടുകളുമാണ് മറ്റു ചില ആളുകളിൽ നിന്നുണ്ടാകേണ്ടത്. അങ്ങനെ നന്മയിലും ഖൈറിലുമുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്താൽ നമുക്കൊരുപാട് പുരോഗതികൾ കൈവരിക്കാൻ കഴിയും. പാവപ്പെട്ട പെൺകുട്ടികൾ കെട്ടിക്കപ്പെടാതെ പുരനിറഞ്ഞു നിൽക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കൂര പോലും ഉണ്ടാക്കാൻ കഴിയാതെ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന ദരിദ്രർ നമ്മുടെ നാട്ടിലുണ്ട്. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഏറെ അനുഭവിക്കുന്ന വേറെയും ആളുകളുണ്ട്. രോഗമുണ്ടായിട്ട് ചികിത്സിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെയുമുള്ള സമാധാനം ഈ മഹല്ല് ജമാഅത്തിലൂടെ നടത്താൻ നമുക്ക് കഴിയും. നമുക്കതിന് വേണ്ടത് വിശാല മനസ്സും ഒത്തൊരുമയും കൂട്ടായ്മയുമാണ്. ആയിരങ്ങളും ലക്ഷങ്ങളും സ്വരൂപിച്ചെടുക്കാൻ നമുക്ക് കഴിയും. ഉള്ളവന് കൊടുക്കേണ്ട ഉള്ളവൻ ഇല്ലാത്തവർക്ക് കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അത് കൊടുക്കാനും ഇന്ന് ജനങ്ങൾ തയ്യാറാണ്. പണ്ടത്തേതുപോലെയല്ല. പറഞ്ഞല്ലോ 60 ലക്ഷത്തോളം രൂപ ചെലവില ഈ പടിക്കുറ്റൽ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. ഭൗതിക ലോകത്ത് വെച്ച് എന്തെങ്കിലും കാര്യലാഭങ്ങൾ ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടോ? ഇല്ല. ഒരു നയാ പൈസ പോലും ഇവിടെ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ല. നാം 60 ലക്ഷം രൂപ എടുത്ത് ചെലവാക്കി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കി അത് വാടകയ്ക്ക് കൊടുത്താൽ മാസാമാസം എത്ര ആയിരങ്ങളാണ് നമുക്ക് വരുമാനമായി കിട്ടുക. അത്തരം ഒരു ഭൗതിക കാര്യലാഭങ്ങളുമില്ലാതെ ഇത്ര വലിയ സംഖ്യ ചെലവഴിക്കാൻ തയ്യാറുള്ള ആളുകൾ നമ്മുടെ ഈ മഹലിലുണ്ട് എങ്കിൽ അതുപോലെ ചെലവാക്കാൻ തയ്യാറുള്ളവർ വേറെയുമുണ്ട്. ആയിരങ്ങളും 10,000ങ്ങളും നൽകാൻ തയ്യാറുള്ളവരുണ്ട്. ഞാൻ കൊടുക്കുന്ന കാശ് ഒന്നുപോലും നഷ്ടപ്പെടാതെ അതിന്റെ അർഹരായ ആളുകൾക്ക് അവകാശികൾക്ക് നൽകുന്ന ഒരു സമിതിയാണ് ഇന്നത്തെ മുസ്ലിം ജമാഅത്ത് എന്നൊരു ബോധം, എന്നൊരു ഉറപ്പ് നമ്മുടെ ആളുകൾക്കുണ്ടായാൽ കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ട്. അതിനാൽ വിട്ടുവീഴ്ചയില്ലാത്ത വളരെ സത്യസന്ധതയോടുകൂടെയുള്ള നീക്കം മഹല്ല് ജമാഅത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളിൽ നിന്നുണ്ടാകുകയും അവർ ഏകീകരണത്തോടുകൂടെ ഒത്തൊരുമയോടുകൂടെ ഐക്യത്തോടുകൂടെ മറ്റ് ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നേറിയാൽ ഇത്തരം പല പ്രവർത്തനങ്ങളും നടത്താൻ നമുക്ക് സാധിക്കും. അതിനുള്ള അവസരവും തൗഫീഖും ഈ മഹല്ല് ജമാഅത്തിന് അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തു എല്ലാവിധ ആശംസകളും നേർന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ എന്ന തിരുവചനം ഉച്ചരിച്ചു ഈ അനുഗ്രഹീത സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.